الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അംഗീകരിച്ച് മുത്തക്കികളായി ജീവിച്ച് മരിക്കുവാൻ നമ്മുടെ കഴിവിൻ്റെ പരമാവധി നാം ഓരോരുത്തരും ശ്രമിക്കണം എന്നാദ്യമായി ഉണർത്തുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. നാളെ പരലോകത്ത് ഹാജരാക്കപ്പെടുന്ന സമയം അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിക്കണം. പടച്ചതമ്പുരാൻ അവനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് വേണ്ടി തയ്യാർ ചെയ്തിരിക്കുന്ന സ്വർഗത്തിൽ എത്തിച്ചേരണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണ് നാം എല്ലാവരും. നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സ്വർഗം ഒരുക്കി വച്ചിരിക്കുന്നത്, വിജയം തയ്യാറാക്കി വച്ചിരിക്കുന്നത് അവനെ ഭയപ്പെടുകയും അവൻ്റെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കുകയും ചെയ്യുന്ന ആളുകൾക്കാണ്. ആ സ്വർഗം നേടിയെടുക്കേണ്ടതുണ്ട് എങ്കിൽ ഇവിടെ ജീവിച്ചത് കൊണ്ട് മാത്രം കാര്യമായില്ല, മറിച്ച് എങ്ങനെ ജീവിക്കണമെന്ന് പടച്ചതമ്പുരാൻ കൽപ്പിച്ചോ ആ രൂപത്തിൽ നാം ജീവിക്കേണ്ടതുണ്ട്. പരലോകത്ത് സ്വർഗം ലഭിക്കുന്ന മുത്തഖീങ്ങളായ ആളുകൾ, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന സത്യസന്ധന്മാരായ ആളുകൾ, അവരുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിച്ച ലക്ഷണങ്ങളും അടയാളങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുക എന്നതാണ്. ഏതൊരു മാർഗത്തിലൂടെ സഞ്ചരിക്കണമെന്നാണോ അള്ളാഹുവും അവൻ്റെ റസൂലും പഠിപ്പിച്ചത്, ആ മാർഗത്തിലൂടെ സഞ്ചരിക്കുക എന്നതാണ് പരലോകത്ത് രക്ഷപ്പെടാൻ നമ്മുടെ മുമ്പിലുള്ള ഏക മാർഗം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിലൂടെ നമ്മെ ഒരു കാര്യം പഠിപ്പിക്കുന്നത് കാണാം. ലൈസൽ ബിർറ അൻ തവല്ലു വുജൂഹക്കും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബ് വലാകിന്നൽ ബിർറ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വൽ മലായികതി വൽ കിതാബി വൻ നബിയ്യീൻ വആതൽ മാല അലാ ഹുബ്ബിഹി ദവിൽ ഖുർബാ വൽ യതാമാ വൽ മസാകീൻ വബനസ് സബീലി വസ്സായിലീന വഫിർ റിഖാബ്
وأقام الصلاة وآتى الزكاة والموفون بعهدهم إذا عاهدوا والصابرين في البأساء والضراء وحين البأس أولئك الذين صدقوا وأولئك هم المتقون. ആരാണ് സത്യസന്ധന്മാരെന്ന്, ആരാണ് മുത്തക്കികളായ ആളുകൾ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർ, പടച്ചതമ്പുരാനെ ഭയപ്പെടുന്ന സ്വർഗാവകാശികളായ ആളുകളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട പ്രത്യേകതകൾ എന്ത് എന്നാണ് ഈ ആയത്തിലൂടെ അള്ളാഹു നമുക്ക് വിശദീകരിച്ചു തരുന്നത്. ഈ കാര്യം മനസ്സിലാക്കുകയും ഇവിടെ സൂചിപ്പിച്ചതും മറ്റ് പല സ്ഥലങ്ങളിലും സൂചിപ്പിച്ചതുമായ ലക്ഷണങ്ങൾ, ആ ഒരു സ്വഭാവ സവിശേഷതകൾ എത്രമാത്രം എൻ്റെ ജീവിതത്തിൽ ഉൾപ്പെടുത്തുവാൻ എനിക്ക് സാധിക്കുന്നുവോ എന്നതിനനുസരിച്ചാണ് എൻ്റെ വിജയപരാജയങ്ങൾ എനിക്ക് വരാനിരിക്കുന്നത് എന്നർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ ഈ മാർഗം കാണിച്ചു തരാനാണ്, ഈ ദീന് പഠിപ്പിച്ചു തരാനാണ് തൻ്റെ ജീവിതത്തിൽ ശ്രമിച്ചത് എന്ന് നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സഹാബത്തിന് മുമ്പിൽ ഇരുന്നു കൊണ്ട് ചെയ്ത ഒരു കാര്യം അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം പറയുന്നു, ഖത്തലനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖത്വൻ ബിയദിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് മുമ്പിൽ ഇരുന്നു കൊണ്ട് ഒരു വര വരച്ച് കാണിച്ചു തന്നു. എന്നിട്ട് പറഞ്ഞു, ഹാദാ സബീലുല്ലാഹി മുസ്തഖീമ, ഇതാണ് അള്ളാഹുവിന്റെ മാർഗം. നേർക്കുനേരെയുള്ള ഒരു വര വരച്ച് കാണിച്ചുകൊണ്ട് പറയുന്നു, ഇതാണ് അള്ളാഹുവിന്റെ മാർഗം. പിന്നീട് സുമ്മ ഖത്ത അൻ യമീനിഹി വശിമാലിഹി ഖുതൂത, ആ വരയിൽ നിന്ന് ഇടത്തോട്ടേക്കും വലത്തോട്ടേക്കുമായി കുറെ വരകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഈ ഓരോ വരയിലും നിങ്ങളെ വഴിതെറ്റിക്കുവാൻ പിശാച് കാത്തിരിക്കുകയാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് സബീലുല്ലാഹി മുസ്തഖീമ എന്ന പടച്ചതമ്പുരാനിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്ന നേർക്കുനേരെയുള്ള മാർഗത്തിൽ നിന്ന് നിങ്ങളെ തെറ്റിച്ചു കളയാൻ വേണ്ടി പിശാച് കാത്തിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരികയാണ്. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ റസൂല് നടത്തിയ സഹാബ കിറാമ ഉപദേശത്തെ പറ്റി പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ഹൃദയം വിറച്ചുപോയി എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിഷയം പറയാനുള്ള സംബോധന നടത്തിയപ്പോൾ, അതിന്റെ തുടക്കം കേട്ടപ്പോൾ തന്നെ ഞങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞുപോയി. ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലേ, ഹാദാ ഖൗലു മുവദ്ദിഅ, ഇത് യാത്ര പറഞ്ഞ് തിരിച്ചു പോകുന്ന ഒരാളുടെ പ്രസംഗം പോലെയുണ്ടല്ലോ. അങ്ങയുടെ ഉപദേശം ദൗത്യ നിർവഹണത്തിന് ശേഷം വിടവാങ്ങുവാൻ ഉദ്ദേശിക്കുന്ന ഒരാളുടെ സംസാരം പോലെയാണല്ലോ തോന്നുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ഉപദേശം നൽകണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെട്ടപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ നൽകിയ ഉപദേശം, ആ ഉപദേശത്തിൽ നമുക്കിങ്ങനെ കാണാം, വഇന്നഹു മൻ യഅ്ശ് മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറ, എനിക്ക് ശേഷം നിങ്ങൾ ആരെങ്കിലും ഈ ലോകത്ത് ജീവിക്കുകയാണെങ്കിൽ, സഹാബ കിറാം റളിയല്ലാഹു അൻഹും അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, എനിക്ക് ശേഷം നിങ്ങൾ ആരെങ്കിലും ഈ ലോകത്ത് ജീവിക്കുകയാണെങ്കിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ, ഭിന്നതകൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഈ സമൂഹത്തിൽ, എന്റെ ഉമ്മത്തിൽ ഒരുപാട് തർക്കങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, അങ്ങനെ എന്റെ സമൂഹത്തിൽ ഏതെങ്കിലും തർക്കങ്ങളോ ഭിന്നതകളോ ഉടലെടുക്കുമ്പോൾ ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ, ആ സന്ദർഭത്തിൽ നിങ്ങൾ എന്റെ സുന്നത്ത് സ്വീകരിക്കണം. ആ എന്റെ സുന്നത്ത് അനുസരിച്ച് ജീവിച്ച ഖലീഫമാർ, അവരുടെ മാർഗവും നിങ്ങൾ സ്വീകരിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമ്മുടെ ആദർശത്തിന്റെ അടിത്തറ ഇവിടെയാണ്. എങ്ങനെയാണ് നാം ആദർശം സ്വീകരിക്കേണ്ടത്? ഇസ്ലാമിക സമൂഹത്തിൽ വ്യത്യസ്തമായ ചിന്താരീതികളും വ്യത്യസ്തമായ ആദർശധാരകളും ഒക്കെ വെച്ച് പുലർത്തുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ കഴിയും. ഇസ്ലാമിക വിശ്വാസത്തിന്റെ അടിത്തറയായ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ കാര്യത്തിൽ പോലും വ്യത്യസ്തമായ വീക്ഷണങ്ങൾ വെച്ച് പുലർത്തുന്ന ആളുകൾ, അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കുവാൻ പാടുള്ളൂ എന്ന് പറയുന്നവർ, അള്ളാഹു അല്ലാത്തവരോടും പ്രാർത്ഥിക്കാമെന്ന് പറയുന്നവർ, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാമെന്ന് തെളിയിക്കുവാൻ വേണ്ടി വിശുദ്ധ ഖുർആനിലെ ആയത്തുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്യങ്ങളും വരെ ഉദ്ധരിച്ചുകൊണ്ട് പ്രസംഗങ്ങളും ക്ലാസുകളും ലേഖനങ്ങളും വാദപ്രതിവാദങ്ങളും വരെ നടത്തുവാൻ
തയ്യാറാവുന്ന ആളുകളെ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഇതാണ് ആദർശം, ഇതാണ് ഇസ്ലാം, ഇതാണ് ഇസ്ലാമിന്റെ സന്ദേശം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരം ആളുകൾ രംഗത്ത് വരുന്നത്. എങ്ങനെയാണ് നമ്മുടെ യഥാർത്ഥ ആദർശത്തെ നാം തിരിച്ചറിയുക? എങ്ങനെയാണ് യഥാർത്ഥ ആദർശം നാം മനസ്സിലാക്കുക? ഇതാണ് ആദർശത്തിന്റെ അടിത്തറ. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ദീന് എന്ന നിലയിൽ എന്താണോ പഠിപ്പിച്ചതെന്നത്, എന്താണോ സഹാബാ കിറാം അംഗീകരിച്ചത്, അതംഗീകരിച്ചുകൊണ്ട് ജീവിക്കുക എന്നർത്ഥം. എപ്പോഴാണ് ഈ സമൂഹത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത്? എപ്പോഴാണ് ഈ സമൂഹത്തിൽ ഭിന്നതകൾ ഉണ്ടാകുന്നത്? വിശുദ്ധ ഖുർആനിന്റെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടില്ല. വിശുദ്ധ ഖുർആനിന്റെ കാര്യത്തിൽ എല്ലാ ഭിന്നതയുണ്ടായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന്റെ കാര്യത്തിലല്ല ഭിന്നതയുണ്ടായത്. മറിച്ച് ആ സുന്നത്തിനെയും അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്യങ്ങളെയും എങ്ങനെ മനസ്സിലാക്കുന്നു എന്നിടത്താണ്. ഇമാം ഔസാഇ റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ഗ്രന്ഥത്തിൽ ഒരിടത്ത് സൂചിപ്പിച്ചത് കാണാം. നീ ദീൻ കാര്യമാണ് സംസാരിക്കുന്നത് എങ്കിൽ, ദീനിന്റെ കാര്യമാണ് നീ മനസ്സിലാക്കുന്നത് എങ്കിൽ, പൂർവികന്മാർ സലഫുകൾ എങ്ങനെയാണോ അത് മനസ്സിലാക്കിയത് അതുപോലെ മനസ്സിലാക്കണം. അവർ പറഞ്ഞത് നീ പറയുക, അവർ മൗനം പാലിച്ചിടത്ത് നീ മൗനം പാലിക്കുക, അവർ മിണ്ടാതിരുന്നത് നീ മിണ്ടാതിരിക്കുക, എങ്കിൽ നിനക്ക് ഹിദായത്ത് പ്രാപിക്കാം എന്ന് അദ്ദേഹം സൂചിപ്പിച്ചത് കാണാൻ കഴിയും. അതേപോലെ തന്നെ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ഈ ആളുകൾ എങ്ങനെയാണ് വിശുദ്ധ ഖുർആനിനെ മനസ്സിലാക്കേണ്ടത് എന്ന് വിശദീകരിച്ചുകൊണ്ട് സൂചിപ്പിക്കുന്നത് കാണാം. സലഫുകൾ എങ്ങനെയാണോ മനസ്സിലാക്കിയത് അതുപോലെ മനസ്സിലാക്കണം. അതിൽ നിന്ന് വ്യത്യസ്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് ഖുർആനിനെ മനസ്സിലാക്കിയതിൽ നിന്ന് വ്യത്യസ്തമായി നാം ആരെങ്കിലും അത് മനസ്സിലാക്കുകയാണെങ്കിൽ, അള്ളാഹുവിന്റെ റസൂല് വിശദീകരിച്ചു കൊടുത്തതിൽ നിന്ന് വ്യത്യസ്തമായി മനസ്സിലാക്കുകയാണെങ്കിൽ, ശൈഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, യസ്തൽസിമു അഹദ അംറൈനി, രണ്ട് കാര്യങ്ങളിൽ ഒന്ന് അനിവാര്യമാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്ത് അവരിലൂടെ സ്ഥിരപ്പെട്ടു വന്ന ഒരു കാര്യം, അത് മനസ്സിലാക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി പുതിയൊരാദർശം വിശുദ്ധ ഖുർആനിലെ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയാൽ രണ്ടിലൊരു കാര്യം നിർബന്ധമാണ്. ഒന്നുകിൽ പൂർവികന്മാരായ ഈ ആളുകൾക്ക് തെറ്റുപറ്റി എന്ന് പറയേണ്ടി വരും, അല്ലെങ്കിൽ ആധുനികമായി മനസ്സിലാക്കിയ ഈ ആളുകൾക്ക് തെറ്റുപറ്റി എന്ന് പറയേണ്ടി വരും. ഏറ്റവും ശിരവലായ ശുക്കു ആഖിലുൻ, ബുദ്ധിയുള്ള ആരും തന്നെ സംശയിക്കുകയില്ല, ഈ ആളുകൾക്കാണ്, ഏറ്റവും ആധുനികമായ ആളുകൾക്കാണ് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ദീൻ കാര്യം മനസ്സിലാക്കുന്നതിൽ തെറ്റുപറ്റാൻ സാധ്യത എന്നതിൽ ആരും തന്നെ സംശയിക്കുകയില്ല എന്ന് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി സൂചിപ്പിക്കുന്നത് കാണാം. അപ്പോൾ ഈ സമൂഹം വിശുദ്ധ ഖുർആനിനെ എങ്ങനെ മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എങ്ങനെ മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ എങ്ങനെ മനസ്സിലാക്കണം എന്നതാണ് ആദർശത്തിന്റെ സുരക്ഷയുമായി, ആദർശത്തിന്റെ സുബദ്ധതയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിലാണ് ആളുകൾക്ക് അബദ്ധം സംഭവിച്ചു പോയത്. ഖവാരിജികൾ വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ഓതിക്കൊണ്ട് ഈ സമൂഹത്തിൽ തങ്ങളുടെ പ്രചാരണങ്ങൾ ആരംഭിച്ചു. വിശുദ്ധ ഖുർആനിലെ ആയത്തുകളാണ് അവർ ഓതിക്കേൾപ്പിച്ചിരുന്നത്. എന്നാൽ ആ വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മനസ്സിലാക്കിയതുപോലെയല്ല ഖവാരിജികൾ മനസ്സിലാക്കിയത്. മുഅ്തസിലിയാക്കൾ തങ്ങളുടെ ആദർശത്തിന് തെളിവായി വിശുദ്ധ ഖുർആനിലെ ആയത്തുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്യങ്ങളും തെളിവായി ഉദ്ധരിച്ചു. എന്തായിരുന്നു അവർക്ക് സംഭവിച്ച അബദ്ധം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെ ഖുർആനിലെ ആയത്തിനെ വിശദീകരിച്ചോ ആ രൂപത്തിൽ മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ എങ്ങനെ ഹദീസുകളെ മനസ്സിലാക്കിയോ ആ രൂപത്തിൽ മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. ചരിത്രത്തിൽ ഇസ്ലാമിക സമൂഹത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി അലൽ ഹഖ് ലാഹിരീൻ, എന്റെ സമൂഹത്തിലെ, എന്റെ ഉമ്മത്തിലെ ഒരു ചെറിയ വിഭാഗം എല്ലാ കാലത്തും ഹക്കിൽ നിലകൊള്ളുന്നവരായി ഉണ്ടാകും എന്ന് പറഞ്ഞ ഈ ത്വായിഫത്തിൽ നിന്ന്, ഈ സംഘത്തിൽ നിന്ന്, ഈ ജമാഅത്തിൽ നിന്ന് അകന്നുപോയ ആളുകളൊക്കെ അകന്നുപോയത് ഈ ഒരു തലത്തിലാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അഥവാ ഖുർആൻ സ്വന്തമായി വ്യാഖ്യാനിക്കുകയും ഖുർആനിന് സ്വന്തമായി വിശദീകരണങ്ങൾ നൽകുകയും ചെയ്തു എന്നത് എല്ലാ കാലത്തും സംഭവിക്കുന്ന ദുരന്തം അതാണ് എന്നർത്ഥം. പലപ്പോഴും ഇത് സംഭവിക്കാറുള്ള ഒരു കാര്യം, സാധാരണ ചില ആളുകളൊക്കെ ചോദിക്കാറുണ്ട്, സഹാബാ കിറാമിനേക്കാളൊക്കെ
കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ കഴിവുള്ള ആളുകൾ നമ്മളല്ലേ? കാരണം സഹാബികൾ കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ചിരുന്നില്ല. സഹാബികൾക്ക് പ്രപഞ്ചത്തിന്റെ ഇന്ന് മനസ്സിലാക്കിയ ശാസ്ത്രീയ സത്യങ്ങൾ കണ്ടെത്തുവാൻ കഴിഞ്ഞിരുന്നില്ല. സഹാബാ കിറാമിന് സ്വഹീഹായ ഹദീസുകൾ ക്രോഡീകരിച്ച ഗ്രന്ഥങ്ങൾ അവരുടെ മുമ്പിൽ ഉണ്ടായിരുന്നില്ല. അവരുടെ മുമ്പിൽ ബുഖാരി ഉണ്ടായിരുന്നില്ല, അവരുടെ മുമ്പിൽ മുസ്ലിം ഉണ്ടായിരുന്നില്ല, അവരുടെ മുമ്പിൽ അബൂദാവൂദിന്റെ സഹീഹ് ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ഹദീസ് ഗ്രന്ഥങ്ങളൊന്നും ഇല്ലാതിരുന്ന ആ സഹാബികളെക്കാൾ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും പഠിക്കുവാനും ഒക്കെ കഴിയുന്നത് നമുക്കല്ലേ? അതുകൊണ്ട് അവരെക്കാൾ കൂടുതൽ ശരിയാവാൻ സാധ്യത നാമല്ലേ എന്ന് ചില ആളുകൾ ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ സ്വഹാബത്തിന്റെ ഇടയിലുണ്ടായിരുന്ന ചില അഭിപ്രായ വ്യത്യാസങ്ങൾ, സ്വഹാബത്തിന്റെ ഇടയിലുണ്ടായിരുന്ന ചില സംഘർഷങ്ങൾ, അതൊക്കെ എടുത്തു കാണിച്ചുകൊണ്ട് അവരൊക്കെ വലിയ തെറ്റ് ചെയ്ത ആളുകളാണ്, അവരുടെ അത്രയൊന്നും വലിയ തെറ്റ് ആയിരക്കണക്കിന് ആളുകൾക്ക് അപകടമുണ്ടാകുന്ന രൂപത്തിലുള്ള യുദ്ധത്തിൽ വരെ സഹാബാക്കൾ ഏർപ്പെട്ടിട്ടുണ്ട്, അവരൊന്നും ചെയ്ത രൂപത്തിലുള്ള തെറ്റ് നമ്മൾ ചെയ്യുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സഹാബാ കിറാം മോശക്കാരാണ്, അവരെക്കാൾ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ കഴിയുന്ന ആളുകൾ നമ്മളാണ് എന്ന് പറയുന്ന ചില ആളുകളെ നമുക്ക് കാണാൻ കഴിയും. നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട സൂറത്തു തൗബയിലെ ആയത്ത് ഒന്നുകൂടി ഓർമ്മിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. വസാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ അല്ലദീന തബഊഹും ബിഇഹ്സാൻ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറളൂ അൻഹു വഅദ്ദ ലഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ അബദാ ദാലികൽ ഫൗസുൽ അലീം. സ്വഹാബാ കിറാമിനെ പറ്റി വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്ന ഒരു കാര്യം ഇതാണ്. വസാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ, മുഹാജിറുകളിലും അൻസാറുകളിലും പെട്ട അള്ളാഹുവിന്റെ ദീനിലേക്ക് കുതിച്ചെത്തിയ മുൻകടന്നു വന്നിരിക്കുന്ന ആളുകൾ, എന്താണ് അവരുടെ പ്രത്യേകത? വല്ലദീന തബഊഹും, അതേപോലെ അവരെ പിന്തുടർന്ന് ജീവിക്കുന്ന ആളുകളും ബിഇഹ്സാൻ, നന്മ അംഗീകരിച്ചുകൊണ്ട് ഈ സഹാബാ കിറാമിനെ അംഗീകരിച്ച് ജീവിക്കുന്ന ആളുകൾ റളിയല്ലാഹു അൻഹും വറളൂ അൻഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവരെ അല്ലാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു, അല്ലാഹുവിനെ അവരും തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന. അപ്പോൾ ജീവിതത്തിൽ, അവരുടെ ജീവിതത്തിൽ, സഹാബാ കിറാമിന്റെ ജീവിതത്തിൽ ഉണ്ടായ സംഭവങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ തൃപ്തിപ്പെട്ടതിന് വിരുദ്ധമായിട്ടല്ല സംഭവിച്ചിരിക്കുന്നത് എന്നർത്ഥം. അതുകൊണ്ട് തന്നെ എങ്ങനെ അവർ മനസ്സിലാക്കിയോ, ഇതാണ് യഥാർത്ഥത്തിൽ സലഫി മനഹജു സലഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ്. ഇതില്ലെങ്കിൽ ഉണ്ടാകുന്ന കുഴപ്പം എന്താണ്? ഈ ഒരു മാർഗം നാം സ്വീകരിക്കുന്നില്ല എങ്കിൽ ഖുർആൻ ആർക്കും വ്യാഖ്യാനിക്കാമെന്നാണെങ്കിൽ ഒരു വിഭാഗം ആളുകൾ, ഇന്നത്തെ നമ്മുടെ സമൂഹത്തെ പരിശോധിച്ചു നോക്കൂ. നാം വിശുദ്ധ ഖുർആനിലെ ആയത്ത് പാരായണം ചെയ്തുകൊണ്ട് പറയുന്നു, ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനുല്ലദീന യുഖീമൂനസ്സലാത്ത വയുതൂനസ്സകാത്ത വഹും റാകിഊൻ. ഈ ആയത്ത് ഓതി കേൾപ്പിച്ചുകൊണ്ട് ഒരു വിഭാഗം ആളുകൾ പറയുന്നത്, അല്ലാഹു അല്ലാത്ത മരിച്ചുപോയ മഹാന്മാരോട് പ്രാർത്ഥന നടത്തുവാൻ, അവരോട് ഇസ്തിഗാസ നടത്തുവാനുള്ള തെളിവാണിത് എന്നൊരു വിഭാഗം ആളുകൾ പറയുന്നു. അതല്ല, ഖുർആനിലെ ആ ആയത്തിന് അങ്ങനെ അർത്ഥമില്ല എന്ന് എങ്ങനെ നമുക്ക് അത്തരം ആളുകളോട് പറയാൻ കഴിയും? അങ്ങനെ ആ ആയത്ത് മനസ്സിലാക്കാൻ പാടില്ല എന്ന് എങ്ങനെ അവരോട് പറയാൻ കഴിയും? അത്തരം ആളുകളോട് പറയാൻ കഴിയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്തിനെ അങ്ങനെ മനസ്സിലാക്കിയില്ല, സ്വഹാബാ കിറാം റളിയല്ലാഹു അൻഹും ആ ആയത്തിനെ അങ്ങനെ മനസ്സിലാക്കിയില്ല. അതേപോലെ ഈ ആളുകൾ ഏത് തരത്തിലുള്ള ആളുകളായാലും, ഏത് അവാന്തര വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളായാലും ഓതിക്കൊണ്ടിരിക്കുന്ന ആയത്തുകൾ, ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാ, അള്ളാഹുവിനല്ലാതെ അധികാരം പാടില്ല, ഈ ദൈവത്തിന്റെ ഭൂമിയിൽ ഭരണം അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്, അതുകൊണ്ട് അള്ളാഹുവിന്റെ നിയമമനുസരിച്ചല്ലാതെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭരണകൂടത്തോടും സഹകരിക്കേണ്ടതില്ല, അത് ജനാധിപത്യമായാലും, അത് സോഷ്യലിസമായാലും, ഏകാധിപത്യമായാലും, രാജഭരണമായാലും, അങ്ങനെയുള്ള ഒരു ഭരണരീതിയോടും സഹകരിക്കാൻ പാടില്ല, അതിനോട് പൊരുത്തപ്പെടാൻ പാടില്ല, അതുമായി സഹകരിക്കുവാനോ അതിന്റെ സംരംഭങ്ങളുമായി ബന്ധപ്പെടുവാനോ പാടില്ല എന്ന് ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാ എന്ന ആയത്തോതിക്കൊണ്ട് വിശദീകരിക്കുകയും ആ ഒരു ചിന്താധാരയിലേക്ക് ആളുകളെ ക്ഷണിച്ചു കൊണ്ടുപോവുകയും ചെയ്യുമ്പോൾ അത് ശരിയല്ല എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് അങ്ങനെ അള്ളാഹുവിന്റെ റസൂല് വിശദീകരിച്ചിട്ടില്ല, സ്വഹാബാ കിറാം അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല എന്ന് പറയുമ്പോൾ മാത്രമാണ്. അപ്പോൾ പൂർവികന്മാരേതൊരു മാർഗത്തിലൂടെയാണോ സഞ്ചരിച്ചത്, സലഫുസ് സ്വാലിഹികൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഖൈറുൽ ഖർനി ഖർനി,
സുമ്മല്ലദീന യലൂനഹും ഖൈറുൻ നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ഏറ്റവും ഉത്തമമായ സമൂഹം അത് എന്റെ നൂറ്റാണ്ടാണ്, പിന്നെ അതിനടുത്ത നൂറ്റാണ്ട്, പിന്നെ അതിനടുത്ത നൂറ്റാണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഉത്തമ നൂറ്റാണ്ടിൽ ജീവിച്ച ഈ മാർഗം അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോയ ആളുകൾ അവരെങ്ങനെയാണോ ഈ ദീനിനെ മനസ്സിലാക്കിയത് ആ രൂപത്തിൽ മനസ്സിലാക്കുകയും ഇത് നമ്മുടെ അടിത്തറയായി നാം സ്വീകരിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നർത്ഥം. അതല്ലെങ്കിൽ ഓരോ കാലത്തും വരുന്ന ആളുകൾ അവർക്ക് ഖുർആൻ ഓതി പുതിയ കാര്യങ്ങൾ പറയാനുണ്ടാകും. ചില ആളുകളൊക്കെ സംശയിക്കാറുള്ള ഒരു കാര്യം, എന്തിനാണ് നമ്മളിങ്ങനെ പൂർവികന്മാര് സ്വീകരിച്ച അതേ മാർഗം തന്നെ സ്വീകരിക്കണമെന്ന് പറയുന്നത്? കാരണം ഖുർആൻ പറഞ്ഞത് നിങ്ങൾ ചിന്തിക്കണമെന്നല്ലേ? ഖുർആൻ ആഹ്വാനം ചെയ്യുന്നത് ചിന്തിക്കുവാനാണ്. ഖുർആൻ ആഹ്വാനം ചെയ്യുന്നത് കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുവാനാണ്. ലഅല്ലക്കും തദക്കറൂൻ എന്ന്, അതേപോലെ യതഫക്കറൂൻ എന്ന്, ചിന്തിക്കുന്നില്ലേ എന്ന്, ആലോചിക്കുന്നില്ലേ എന്ന് ഒക്കെ ഖുർആൻ ചോദിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ ആലോചിച്ചുകൂടെ, ചിന്തിച്ച് മനസ്സിലാക്കിക്കൂടെ എന്ന് ചില ആളുകൾ സംശയിക്കാറുണ്ട്. എന്നാൽ ശരീഅത്തിന്റെ കാര്യത്തിൽ ഇത്തരം ഒരു ചിന്ത നടത്താൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. നാം മനസ്സിലാക്കേണ്ടത് അതാണ്. വിശുദ്ധ ഖുർആൻ ചിന്തിക്കണമെന്ന് പറഞ്ഞത്, വിശുദ്ധ ഖുർആൻ ആലോചിക്കണമെന്ന് പറഞ്ഞത്, വിശുദ്ധ ഖുർആൻ ബുദ്ധി കൊടുത്തുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് പറഞ്ഞത് ഈ പ്രപഞ്ചവും അതുമായി ബന്ധപ്പെട്ട ദൃഷ്ടാന്തങ്ങളും മനുഷ്യബുദ്ധിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന കാര്യങ്ങളെക്കുറിച്ചുമാണ്. അല്ലാതെ അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച്, അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു തന്നിരിക്കുന്ന ശരീഅത്തിനെ കുറിച്ച് ചിന്തിക്കുവാനും കാര്യങ്ങൾ മനസ്സിലാക്കുവാനുമുള്ള അവകാശം ആർക്കും തന്നെയില്ല. നിസ്കാരത്തിന്റെ കാര്യം എങ്ങനെയായിരിക്കണം, ഈ കാര്യം ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്രമം, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന ഒരു രീതി, അതിനേക്കാൾ നല്ല ഒരു രീതി ആലോചിച്ച് എനിക്ക് മനസ്സിലാക്കുകയാണെങ്കിൽ അത് സ്വീകരിക്കുവാനുള്ള അവകാശം എനിക്കില്ല. നോമ്പ് അത് ബുദ്ധി കൊണ്ട്, എന്റെ ബുദ്ധി കൊണ്ട് ആലോചിച്ചുകൊണ്ട് അതിന് ചില മാറ്റങ്ങളൊക്കെ വരുത്തി ഇതിനേക്കാൾ പ്രായോഗികമായ രൂപത്തിൽ അവതരിപ്പിക്കുവാൻ കഴിയും. ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഈ നോമ്പിനേക്കാൾ വ്യവസ്ഥാപിതമായി മറ്റൊരു നോമ്പ് എനിക്ക് നടപ്പിലാക്കുവാൻ, ആവിഷ്കരിക്കുവാൻ കഴിയുമെന്ന് വിചാരിച്ചുകൊണ്ട് ഒരാൾ ഒരു പുതിയ പദ്ധതി ആവിഷ്കരിച്ചാൽ അത് ചിന്തിക്കുവാനും അങ്ങനെ കാര്യങ്ങൾ കണ്ടെത്തിയ ഒരു പുതിയ നോമ്പ് സമർപ്പിക്കുവാനുമുള്ള അവകാശം അയാൾക്കില്ല. ഹജ്ജിന്റെ കാര്യത്തിലാവട്ടെ, സകാത്തിന്റെ കാര്യത്തിലാവട്ടെ, മറ്റേത് വിഷയങ്ങളിലായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്ന ദീനിന്റെ ശരീഅത്തിന്റെ വിഷയങ്ങളിൽ ആലോചിക്കുവാനോ കാര്യങ്ങൾ കണ്ടെത്തുവാനോ ഉള്ള അവകാശം ആർക്കും തന്നെ ഇല്ല. അത് അള്ളാഹുവിന്റെ പ്രവാചകന് പോലും അനുവദിച്ചു കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറഞ്ഞത്, വമാ യൻദിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. വമാ യൻദിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഇഷ്ടപ്രകാരമല്ല സംസാരിക്കുന്നത്, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണോ വഹി നൽകുന്നത് ആ വഹി അനുസരിച്ചു കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചത് ഈ ഒരു കാരണത്താലാണ്. അപ്പോൾ ദീനിന്റെ വിഷയങ്ങൾ, ശരീഅത്തിന്റെ വിഷയങ്ങൾ എങ്ങനെ പഠിപ്പിച്ചതെന്നോ അത് അങ്ങനെ തന്നെ സ്വീകരിക്കണം. ഇതിവിടെ അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് എത്തിച്ചേരാൻ ചെയ്യണമെന്ന് സൂചിപ്പിച്ച കാര്യങ്ങളിൽ ഒന്നാമതായി അള്ളാഹു പറയുന്നത് മൻ ആമന ബില്ലാഹ്, അള്ളാഹുവിൽ വിശ്വസിക്കണം എന്നാണ്. അള്ളാഹുവിൽ വിശ്വസിക്കണം. ഈ വിശ്വാസമാണ് അടിസ്ഥാനപരമായ ആദർശം എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. നേരത്തെ സൂചിപ്പിച്ചത് ഈ ആദർശം എങ്ങനെ സ്വീകരിക്കണം എന്നതിന്റെ അടിത്തറയാണ്. ഈ ആദർശം സ്വീകരിക്കാനുള്ള സൈദ്ധാന്തികമായ മാനദണ്ഡത്തെക്കുറിച്ചാണ് നാം നേരത്തെ സൂചിപ്പിച്ചത്. ഈ മാനദണ്ഡം അനുസരിച്ചാൽ ഏറ്റവും ആദ്യം അംഗീകരിക്കേണ്ട ആദർശം അത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അമ്പിയാക്കളെ മുഴുവൻ നിയോഗിച്ചത് ഈ ഒരു ആദർശം പഠിപ്പിക്കാനാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിക്കാൻ. എന്നാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വ്യത്യസ്തമായ ഒരുപാട് ചിന്താ രീതികൾ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയും. പൂർവികന്മാരുടെ മാർഗം സ്വീകരിച്ചുകൊണ്ട്, അമ്പിയാഇന്റെ മാർഗം സ്വീകരിച്ചുകൊണ്ട്, ആ മാർഗം സ്വീകരിച്ച ഉത്തമ സമൂഹത്തിന്റെ മാർഗം സ്വീകരിച്ചുകൊണ്ട് നാം ഈ സമൂഹത്തിന് മുന്നിൽ പറയുന്ന കാര്യം ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് ഏറ്റവും ആദ്യം സ്വീകരിക്കേണ്ടത്. ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് ഏറ്റവും ആദ്യം ആളുകളോട് പറയേണ്ടത് എന്നതാണ്.
കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുഴുവൻ പ്രവാചകന്മാരെയും നിയോഗിച്ചത് ഈ ആദർശം പറയാനാണ്. വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. ആരാധനക്കർഹനായി പടച്ച തമ്പുരാനല്ലാതെ മറ്റാരുമില്ലെന്നും അതുകൊണ്ട് അവനെ ആരാധിക്കണമെന്നുമുള്ള സന്ദേശവുമായിട്ടല്ലാതെ താങ്കൾക്ക് മുമ്പ് ഒരൊറ്റ പ്രവാചകനെയും നാം അയച്ചിട്ടില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അടക്കമുള്ള അമ്പിയാക്കളുടെ നിയോഗത്തെക്കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോൾ ഈ അമ്പിയാക്കളൊക്കെ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണോ അത് തന്നെയാണ് നാമും നമ്മുടെ സമൂഹത്തോട് പറയേണ്ടത്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് അയക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നതും അത് തന്നെയാണ്. നീ അഹ്ലി കിതാബിന്റെ അടുക്കലേക്കാണ് പോകുന്നത്, വേദഗ്രന്ഥം നൽകപ്പെട്ട ആളുകളുടെ അടുക്കലേക്കാണ് പോകുന്നത്. അവരുടെ അടുക്കലെത്തിയാൽ നീ ആദ്യം അവരെ ക്ഷണിക്കേണ്ടത് അവലുമാ തദഊഹും, നിങ്ങൾ ആദ്യം അവരെ ക്ഷണിക്കേണ്ടത് അയ്യുവഹിദുല്ലാഹ്, അല്ലാഹുവിന്റെ തൗഹീദിലേക്കാണ്, അല്ലാഹുവിനെ അംഗീകരിക്കുന്ന തൗഹീദിലേക്കായിരിക്കണം നിങ്ങൾ ആദ്യം അവരെ ക്ഷണിക്കേണ്ടത് എന്ന് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചതായി നമുക്ക് കാണാൻ കഴിയും. എന്തുകൊണ്ടാണ് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് ക്ഷണിക്കണമെന്ന് പറയുന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹിൽ നിന്ന് തെന്നിപ്പോവുക എന്ന് പറഞ്ഞാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹിൽ നിന്ന് മാറിപ്പോവുക എന്ന് പറഞ്ഞാൽ ശിർക്കിലെത്തിച്ചേരുക എന്നാണ് അതിന്റെ അർത്ഥം. മനുഷ്യന്റെ ജീവിതത്തിൽ ശിർക്ക് സംഭവിച്ചാലോ, ശിർക്ക് എന്ന് പറയുന്നത് ഒരിക്കലും വിശ്വാസികളുടെ ജീവിതത്തിൽ കടന്നു വരാത്ത, ഒരിക്കലും ഒരു മുസ്ലിമിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിച്ച, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പ്രഖ്യാപനം നടത്തുന്ന ഒരു മുസ്ലിമിന്റെ ജീവിതത്തിലേക്ക് ഒരു കാരണവശാലും കടന്നു വരാത്ത എന്തോ ഒരു വസ്തുതയായിട്ടല്ല ശിർക്കിനെ ഇസ്ലാം പരിചയപ്പെടുത്തിയത്. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അടക്കമുള്ള അമ്പിയാക്കളോട് പോലും അല്ലാഹു പറഞ്ഞത് വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. രണ്ട് കാര്യങ്ങൾ ഇതിൽ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അടക്കമുള്ള അമ്പിയാക്കളോടാണ് പറയുന്നത്, നിങ്ങളെങ്ങാൻ അല്ലാഹുവിൽ പങ്കു ചേർത്താൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിന് വിരുദ്ധമായി ശിർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നാൽ, ഒന്നാമത്തെ കാര്യം അതാണ്, പ്രവാചകന്മാരുടെ ജീവിതത്തിൽ പോലും ശിർക്ക് സംഭവിക്കാനുള്ള സാധ്യതയാണ് ഇസ്ലാം പരിചയപ്പെടുത്തിയത്. അള്ളാഹു അവരെ സംരക്ഷിച്ചിട്ടുണ്ട് എങ്കിലും ആ സംരക്ഷണം കൊണ്ട് മാത്രമാണ് അവർ രക്ഷപ്പെടുന്നത്. പിന്നീട് വരുന്ന ആളുകൾക്ക് അത്തരമൊരു സംരക്ഷണമില്ലാത്തത് കൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ ശിർക്ക് വരാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തേത്, അങ്ങനെ ശിർക്ക് സംഭവിച്ചാലോ ലയഹ്ബതന്ന അമലുക, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ നിഷ്ഫലമായി പോകും, മനുഷ്യന്റെ മുഴുവൻ പ്രവർത്തനങ്ങളും വെറുതെയായി പോകും. അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കാത്ത ഒരു മനുഷ്യൻ, ജീവിതത്തിൽ ശിർക്ക് സംഭവിച്ച ഒരു മനുഷ്യൻ, അവന്റെ ജീവിതത്തിൽ എന്തെന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടും കാര്യമില്ല എന്നർത്ഥം. എന്താ ശിർക്ക് എന്ന് പറയുന്നത്? രണ്ട് അല്ലാഹു ഉണ്ട് എന്ന് വിശ്വസിക്കലാണോ? അതല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പോലെ കുറെ പടച്ചതമ്പുരാന്മാരുണ്ട് എന്ന് വിശ്വസിക്കലാണോ? അല്ലെങ്കിൽ ഭൂമിയെ സൃഷ്ടിച്ചത് ഒരല്ലയാണ്, ആകാശത്തെ സൃഷ്ടിച്ചത് വേറൊരല്ലയാണ്, സൂര്യചന്ദ്രന്മാരെ സൃഷ്ടിച്ചത് വേറൊരല്ലയാണ് എന്ന് വിശ്വസിക്കലാണോ? അല്ല. കാരണം മക്കയിലെ മുശ്രിക്കുകൾക്കിടയിലുണ്ടായിരുന്ന ശിർക്കിനെ കുറിച്ച് ഇസ്ലാം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അതോടൊപ്പം തന്നെ മക്കയിലെ മുശ്രിക്കുകൾക്കുണ്ടായിരുന്ന വിശ്വാസത്തെക്കുറിച്ചും ഇസ്ലാം പരിചയപ്പെടുത്തുന്നു. മക്കയിലെ മുശ്രിക്കുകൾ രണ്ട് അല്ലാഹു ഉണ്ട് എന്ന് വിശ്വസിച്ചവരല്ല. മക്കയിലെ മുശ്രിക്കുകളുടെ വിശ്വാസത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നത് വലയിൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർള വസഖറ ശംസ വൽ ഖമറ ലയഖൂലുന്നല്ലാഹ്. ആകാശങ്ങളെ ഉണ്ടാക്കിയത് ആരെന്ന് ചോദിച്ചാൽ, ഭൂമിയെ ഉണ്ടാക്കിയത് ആരെന്ന് ചോദിച്ചാൽ, സൂര്യചന്ദ്രന്മാരെ സൃഷ്ടിച്ചത് ആരെന്ന് ചോദിച്ചാൽ, അതേപോലെ മറ്റ് പല സ്ഥലങ്ങളിലും ഖുർആൻ പറയുന്നു കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ, അതേപോലെ ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തതിനെയും ജീവനില്ലാത്തതിൽ നിന്ന് ജീവനുള്ളതിനെയും ഉണ്ടാക്കിയത് ആരെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ ആരെന്ന് ചോദിച്ചാൽ ലയഖൂലുന്നല്ലാഹ്, അല്ലാഹു ആണെന്ന് അവർ പറയും. ഇത് അല്ലാഹയല്ലാത്ത വേറെ ആരോ ഉണ്ടാക്കിയതാണ് എന്ന വാദം അവർക്കില്ല. അതേപോലെ അല്ലാഹു കൊടുക്കാത്ത എന്തെങ്കിലും ഒരു കഴിവ് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വളരെയേറെ പ്രചാരത്തിലുള്ള ഒരു കാര്യം, ശിർക്ക് ചെയ്യുന്ന ആളുകൾ അവരുടെ മനസ്സിന് ന്യായീകരണമായി അവർ വിശ്വസിക്കുകയും ആ ശിർക്കിനെ ന്യായീകരിക്കുന്ന പണ്ഡിതന്മാർ ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, മുഹീദ്ദീൻ ശൈഖ് സഹായിക്കും
അതല്ലെങ്കിൽ ഭീമാപ്പള്ളിയിലെ ബീവിയും മകനും സഹായിക്കും. അതേപോലെയുള്ള ശൈഖന്മാരും തങ്ങന്മാരും ഒക്കെ സഹായിക്കും. എങ്ങനെ? അവരോട് നമ്മൾ ദുആയിരുന്നാൽ, ബീവിയോട് ദുആയിരുന്നാൽ, തങ്ങളോട് ദുആയിരുന്നാൽ, ശൈഖിനോട് ദുആയിരുന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആളുകൾക്ക് ചില അസാധാരണമായ കഴിവുകൾ കൊടുത്തിട്ടുണ്ട്. അള്ളാഹു നൽകിയ കഴിവിൽ നിന്ന് അവര് നമ്മളെ സഹായിക്കും. മുഹീദ്ദീൻ ശൈഖിന് അള്ളാഹ് കൊടുത്ത കഴിവ്, ഭീമാപള്ളിയിലെ ബീവിക്ക് അള്ളാഹ് കൊടുത്ത കഴിവ്, ഭീമാ ബീവിയുടെ മകന് അള്ളാഹ് കൊടുത്ത കഴിവ്, അതേപോലെ അള്ളാഹു നൽകിയ കഴിവിൽ നിന്ന് അവർ സഹായിക്കുമെന്നതാണ് നമ്മുടെ വിശ്വാസം. ആ വിശ്വാസത്തോടുകൂടി അവരോട് ദുആ നടത്തിയാൽ, അവരോട് പ്രാർത്ഥന നടത്തിയാൽ, രോഗം മാറ്റിത്തരാൻ ആവശ്യപ്പെട്ടാൽ, സന്താനങ്ങൾ ഉണ്ടാകാൻ ആവശ്യപ്പെട്ടാൽ അതൊന്നും കുഴപ്പമില്ല. നേരെ മറിച്ച് സ്വയം കഴിവുണ്ട് എന്ന് വിശ്വസിച്ചാൽ മാത്രമേ, ഭീമാ ബീവിക്ക്, മുഹീദ്ദീൻ ശൈഖിന്, അതേപോലെ ബദരീങ്ങൾക്കും ഒക്കെ അള്ളാഹ് കൊടുക്കാത്ത എന്തെങ്കിലും ഒരു കഴിവുണ്ട് എന്ന് വിശ്വസിച്ചാൽ മാത്രമേ ശിർക്കാവുകയുള്ളൂ എന്ന് ചില ആളുകൾ പ്രചരിപ്പിക്കാറുണ്ട്. ആ വിശ്വാസമാണ് ഇസ്ലാമിക വിശ്വാസമെങ്കിൽ, അങ്ങനെ മാത്രമേ ശിർക്ക് സംഭവിക്കുകയുള്ളൂ എങ്കിൽ മക്കയിലെ മുശ്രിക്കുകൾ ശിർക്ക് ചെയ്തിരുന്നില്ല എന്ന് നാം പറയേണ്ടി വരും. കാരണം മക്കയിലെ മുശ്രിക്കുകൾക്ക് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. കഅബയുടെ അടുക്കൽ ചെന്നുകൊണ്ട് കഅബ തവാഫ് ചെയ്യുന്ന സമയത്ത് അവർ വിളിച്ചു പറഞ്ഞിരുന്നത് എന്താണ്? ലബ്ബൈക ലാ ശരീക ലക് ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക്. പടച്ചതമ്പുരാനെ, നിനക്ക് യാതൊരു പങ്കാളിയുമില്ല, ഒരു പങ്കാളിയല്ലാതെ ആ പങ്കാളിയും ആ പങ്കാളിക്ക് എന്തൊക്കെ കഴിവുകളുണ്ടോ ആ കഴിവുകളും നിനക്കുള്ളതാകുന്നു റബ്ബേ എന്നായിരുന്നു മക്കയിലെ മുശ്രിക്കുകൾ പോലും അള്ളാഹുവിനോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത്. അഥവാ മക്കയിലെ മുശ്രിക്കുകൾ അള്ളാഹുവിനെ അംഗീകരിക്കുകയും ആ അള്ളാഹുവാണ് എല്ലാ കഴിവുകളും നൽകുന്നത് എന്ന് വിശ്വസിക്കുകയും അള്ളാഹു നൽകാത്ത ഒരു കഴിവും ലാത്തക്കോ ഇസ്സക്കോ ഇബ്രാഹിം നബിക്കോ ഇസ്മായിൽ നബിക്കോ അതേപോലെ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഏതെങ്കിലും ശക്തികൾക്കോ ഇല്ലെന്ന് അവർ വിശ്വസിക്കുകയും ചെയ്തിരുന്നു. എന്നിട്ടും അവർ ചെയ്തത് ശിർക്കാണ് എന്ന്, അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചില്ല എന്ന്, അവർ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോയി എന്ന് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നതായി കാണാൻ കഴിയും. എന്ന് മാത്രമല്ല, തങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹുവിനോട് പ്രാർത്ഥന നടത്തുകയും ചെയ്തിരുന്നു അവർ. അതുപോലും ഇസ്ലാം അംഗീകരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ ശിർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ രണ്ട് അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിക്കലോ, ഈ പറഞ്ഞ രൂപത്തിൽ അള്ളാഹ് കൊടുക്കാത്ത കഴിവ് ആർക്കെങ്കിലും ഉണ്ടോ എന്ന് വിശ്വസിക്കലോ അല്ല. മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് മാത്രം ചെയ്യാൻ പറഞ്ഞ ഇബാദത്തുകൾ, അള്ളാഹുവിന് മാത്രം സമർപ്പിക്കുവാൻ പറഞ്ഞ ആരാധനകൾ അള്ളാഹു അല്ലാത്ത ആർക്ക് സമർപ്പിച്ചാലും അത് ശിർക്കായി എന്നർത്ഥം. എങ്ങനെയാണ് ഈ ശിർക്ക് കടന്നു വരുന്നത് സമൂഹത്തിൽ? തൗഹീദിനെ വേണ്ട രൂപത്തിൽ മനസ്സിലാക്കിയില്ല എന്നതുകൊണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അംഗീകരിക്കുക, വിശ്വസിക്കുക എന്നത് അള്ളാഹ് ഉണ്ട് എന്ന് വിശ്വസിക്കൽ മാത്രമാണ് എന്ന് ചില ആളുകൾ മനസ്സിലാക്കിപ്പോയി. അഥവാ തൗഹീദുർ റുബൂബിയ്യത്ത്, തൗഹീദിന്റെ 3 ഭാഗങ്ങളിൽ തൗഹീദുൽ റുബൂബിയ്യത്ത്, തൗഹീദുൽ ഉലൂഹിയ്യത്ത്, തൗഹീദുൽ അസ്മാഇ വസിഫാത്ത്, ഇങ്ങനെയാണ് വിശുദ്ധ ഖുർആനിന്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളുടെയും അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ തൗഹീദിനെ വിഭജിച്ചതായി നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിൽ തൗഹീദുർ റുബൂബിയ്യത്ത് മാത്രമാണ് ഭൂരിപക്ഷം ആളുകളും തൗഹീദ് എന്ന നിലയിൽ മനസ്സിലാക്കിയത്. അഥവാ അല്ലാഹു റബ്ബാണ്. ആരാ ആകാശം ഉണ്ടാക്കിയത്? അള്ളയാണ്. ആരാ ഭൂമി ഉണ്ടാക്കിയത്? അള്ളയാണ്. ആരാ നമ്മളെ സൃഷ്ടിച്ചത്? അള്ളയാണ്. ആരാണ് സംരക്ഷിക്കുന്നത്? അള്ളയാണ്. ആരാണ് അന്തരീക്ഷം ഉണ്ടാക്കിയത്? അള്ളയാണ്. ആരാണ് ഈ പറഞ്ഞ രൂപത്തിലുള്ള പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്? അള്ളാഹുവാണ്. ഇതൊക്കെ അള്ളാഹുവാണ് എന്ന് അംഗീകരിച്ചു. ഈ റുബൂബിയ്യത്ത് മാത്രം അംഗീകരിച്ചു. എന്നാൽ ഉലൂഹിയത്തിന്റെയും അസ്മാഉ വസിഫാത്തിന്റെയും കാര്യത്തിൽ ആളുകൾക്ക് അബദ്ധം സംഭവിച്ചു പോയി. ഉലൂഹിയത്തിൽ അബദ്ധം സംഭവിക്കാനുള്ള കാരണം എന്താണ്? തൗഹീദുൽ അസ്മാഇ വസിഫാത്തിൽ ആളുകൾക്ക് അബദ്ധം സംഭവിച്ചു പോയി എന്നതാണ്. അഥവാ അള്ളാഹുവിന്റെ നാമങ്ങളെയും അള്ളാഹുവിന്റെ വിശേഷണങ്ങളെയും എങ്ങനെയാണോ അള്ളാഹു പഠിപ്പിച്ചത്, എങ്ങനെയാണോ അള്ളാഹു വിശദീകരിച്ചു തന്നത്, ആ രൂപത്തിൽ മനസ്സിലാക്കുന്നതിൽ നിന്ന് ആളുകൾക്ക് അബദ്ധം സംഭവിച്ചു. ഉദാഹരണത്തിന് നാം പരിശോധിച്ചു നോക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ പറ്റി വിശദീകരിക്കുന്നത് കാണാം. ആലിമുൽ ഗൈബി വശഹാദ, ആലിമുൽ ഗൈബി വശഹാദ, രഹസ്യവും പരസ്യവുമായ മുഴുവൻ കാര്യങ്ങളും അറിയുന്നവൻ പടച്ചതമ്പുരാനാണ്. അതേപോലെ തന്നെ ഇന്നഹു ഹുവൽ അലീമുൽ ഹക്കീം, എല്ലാ കാര്യങ്ങളും അറിയുന്നവനും യുക്തിജ്ഞനും അല്ലാഹുവാണ് എന്ന് വിശദീകരിക്കുന്നത് കാണാൻ കഴിയും.
ഹുവൽ അവ്വലു വൽ ആഖിറു വൽ ളാഹിറു വൽ ബാത്തിൻ വഹുവ ബികുല്ലി ശൈഇൻ അലീം. എല്ലാ കാര്യങ്ങളും അറിയുന്നവൻ പടച്ച തമ്പുരാൻ മാത്രമാണ് എന്ന് അള്ളാഹു അവനെ പറ്റി വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അടക്കമുള്ള അമ്പിയാക്കൾ പഠിപ്പിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ നിന്ന് തെറ്റിപ്പോയ ആളുകൾക്ക് സംഭവിച്ച ഒരബദ്ധം, അല്ലാഹു അല്ലാത്ത ആളുകൾക്കും കാര്യങ്ങൾ അറിയുവാനുള്ള കഴിവുണ്ട് എന്ന വിശ്വാസമാണ്. അല്ലാഹു അവനെ പറ്റി പഠിപ്പിച്ച ഈ നാമം, അല്ലാഹു അവനെ പറ്റി പഠിപ്പിച്ച ഈ വിശേഷണം, അത് അല്ലാഹുവിന് മാത്രം വകവെച്ച് കൊടുക്കുന്നതിൽ നിന്ന് ആളുകൾക്ക് അബദ്ധം സംഭവിച്ചു പോയി. നമ്മുടെ നാട്ടിലുള്ള ആളുകളോട് ചോദിച്ചു നോക്കൂ, നാം എന്തിനാണ് ഈ ബീവിയെ വിളിച്ച് പറയുന്നത്? അതല്ലെങ്കിൽ എന്തിനാണ് ഈ ബദരീങ്ങളോട് പറയുന്നത്? എന്തിനാണ് ഇത്തരം ആളുകളോടൊക്കെ, മുഹൈദ്ദീൻ ശൈഖിനെ പോലെയുള്ള ആളുകളോടൊക്കെ ചോദിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവർക്ക് പറയാനുള്ള മറുപടി എന്താണ്? മുഹൈദ്ദീൻ ശൈഖ് നമ്മൾ പറയുന്നത് കാണുമല്ലോ, നമ്മൾ പറയുന്നത് മുഹൈദ്ദീൻ ശൈഖ് കേൾക്കും, നമ്മുടെ പ്രയാസങ്ങൾ അറിയാൻ മുഹൈദ്ദീൻ ശൈഖിന് കഴിയും, നമ്മുടെ പ്രയാസങ്ങൾ അറിയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കഴിയും എന്നൊക്കെയാണ് ആളുകൾ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നത്. ഖദ് ഹല്ല ബീമാ ഖദ് അലിംത മിനൽ അദാ വൽലുൽമി വൽലുഅഫി ശദീദി ഫസ്ഇദി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മൗലിദിലൂടെ ആവശ്യപ്പെടുന്നത് അതുകൊണ്ടാണ്. ഖദ് ഹല്ല ബീമാ ഖദ് അലിംത മിനൽ അദാ, പ്രവാചകരെ, താങ്കൾക്ക് അറിയാവുന്ന, താങ്കൾ അറിഞ്ഞിരിക്കുന്ന ഒരുപാട് പ്രയാസങ്ങൾ ഇതാ എനിക്ക് വന്നുപെട്ടിരിക്കുന്നു. എനിക്കൊരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്, എനിക്ക് ദൗർബല്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വല്ലുഅഫി ശദീദ് വല്ലുൽമി, എനിക്ക് ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വല്ലുഅഫി ശദീദ്, എനിക്ക് വലിയ ദൗർബല്യം ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ആർക്കറിയാം? അങ്ങേക്ക് അറിയാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു, ഇതൊക്കെ അങ്ങേക്കറിയാം. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണാം ഞാൻ നിങ്ങളുടെ കൽബകാമെന്നോവർ. ഒരു കുപ്പിയുടെ ഉള്ളിൽ ഒരു വസ്തു എങ്ങനെ നിങ്ങൾ കാണുന്നുവോ അതേപോലെ നിങ്ങളുടെ മനസ്സിലുള്ളതൊക്കെ ഞാൻ കാണും എന്നാണ് മുഹൈദ്ദീൻ ശൈഖിനെ പറ്റി ആളുകൾ വിശ്വസിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് എത്ര ഇൽമുണ്ടോ, അല്ലാഹുവിന്റെ ഇൽമിന്റെ കഴിവെത്രയാണ്, പടച്ച തമ്പുരാന് എത്ര അക്ഷരങ്ങൾ അറിയാം എന്ന് വരെ എനിക്കറിയാം. വഅലമു നബതൽ അർളി കം മിൻ നബാതതി വഅലമു റംലൽ ബഹരി കം ഹുവ റംലതി, ഈ ഭൂമിയിൽ എത്ര ചെടികളുണ്ട് എന്ന് എനിക്കറിയാം, ഈ ഭൂമിയിൽ കടലിൽ എത്ര മണൽത്തരികളുണ്ട് എന്ന് എനിക്കറിയാം എന്നൊക്കെ ശൈഖ് ജീലാനിയുടെ പേരിൽ ആളുകൾ കെട്ടിപ്പറയുകയും ഇത് ശൈഖ് ജീലാനി പറഞ്ഞതാണ് എന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്നു. ആളുകളുടെ വിശ്വാസമാണത്. ഈ വിശ്വാസം മനസ്സിൽ സൂക്ഷിക്കുന്ന കാലത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് പുറമെ ഈ മഹാന്മാരായ ആളുകൾക്ക് ഇത്തരം മറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയാൻ കഴിയും എന്ന വിശ്വാസം മനസ്സിൽ സൂക്ഷിക്കുന്ന കാലത്തോളം ഒരാൾക്ക് അല്ലാഹുവിൽ വിശ്വസിക്കുവാൻ കഴിയില്ല. മൻ ആമന ബില്ലാഹ്, അല്ലാഹുവിൽ വിശ്വസിക്കുക എന്ന യഥാർത്ഥ വിശ്വാസം എന്റെ മനസ്സിലുണ്ടാകണമെങ്കിൽ അല്ലാഹു അവനെ പറ്റി പറഞ്ഞ ഈ നാമം, അല്ലാഹു അവനെ പറ്റി പറഞ്ഞ ഈ വിശേഷണം, അത് അല്ലാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ് എന്ന് അംഗീകരിക്കുവാൻ എനിക്ക് കഴിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അടക്കമുള്ള പ്രവാചകന്മാരുടെ ചരിത്രം നമ്മോട് പഠിപ്പിച്ചു തരുന്നത് അതാണ്. എല്ലാ മറഞ്ഞ കാര്യങ്ങളും അറിയാൻ അമ്പിയാക്കൾക്ക് കഴിയുമോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം എടുത്തു നോക്കൂ നാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുക്കൽ മലക്കുകൾ വരുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് മനസ്സിലായില്ല മലക്കുകളാണെന്ന്. ഒരു മൂരിക്കുട്ടിയെ അറുത്ത് അവർക്ക് ഭക്ഷണം തയ്യാറാക്കുകയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. മലക്കുകൾ ഭക്ഷണം കഴിക്കാതിരുന്നത് കണ്ടപ്പോഴാണ് അദ്ദേഹത്തിന് ഭയം തോന്നുന്നതും മലക്കുകൾ കാര്യം പറയുന്നതുമൊക്കെ. ഇനിയോ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ത്യാഗത്തെ പറ്റി, ത്യാഗത്തിന്റെ ഉദാഹരണമായി പറയാറുള്ളത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രമാണ്. ബലിപെരുന്നാളിന്റെ മുമ്പും ശേഷവും ഒക്കെയായി മുസ്ലിങ്ങളുടേതായി സംഘടിപ്പിക്കപ്പെടുന്ന എല്ലാ പരിപാടികളിലും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നടത്തിയ ധീരോദാത്തമായ ത്യാഗത്തിന്റെ ചരിത്രമാണ് വിശദീകരിക്കാറുള്ളത്. എന്നാൽ അള്ളാഹുവിന്റെ അമ്പിയാക്കൾ മറഞ്ഞ കാര്യങ്ങൾ അറിയും, അള്ളാഹുവിന്റെ ഔലിയാക്കൾ മറഞ്ഞ കാര്യങ്ങൾ അറിയും, വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് അറിയാൻ അവർക്ക് കഴിയും. കാരണം എന്താണ്? അള്ളാന്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ശൈഖന്മാരെ പറ്റി പ്രചാരത്തിലുള്ള കഥകൾ അങ്ങനെയാണ്. ഉമർ ഖാലി ഒരു ദിവസം വുളൂ ചെയ്യുകയാണ്. വുളൂ ചെയ്ത് പള്ളിയിലേക്ക് കയറുമ്പോൾ പെട്ടെന്ന് അദ്ദേഹം തന്റെ കാലിലുണ്ടായിരുന്ന മെതിയടി മരം കൊണ്ടുണ്ടാക്കിയ ചെരുപ്പ് വലിച്ചെറിഞ്ഞു. ആ ചെരുപ്പ് വലിച്ചെറിഞ്ഞ് അദ്ദേഹം പള്ളിയിലേക്ക് കയറി. അങ്ങനെ അദ്ദേഹം പള്ളിയിലേക്ക് കയറി കുറെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ ആളുകൾ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ഇത് ചെയ്തത്? ഉമർ ഖാലി ഒന്നും പറഞ്ഞില്ല.
കുറെ ദിവസം കഴിഞ്ഞപ്പോൾ കാണാം, ഒരു യാത്രാസംഘം പള്ളിയിലേക്ക് കയറി വരുന്നു. അവരുടെ കയ്യിൽ ഇദ്ദേഹം വലിച്ചെറിഞ്ഞ മതിയടിയുണ്ട്. ഇവര് ചോദിച്ചു, ശിഷ്യന്മാര് ചോദിച്ചു, ഇതെവിടെ നിന്ന് കിട്ടി? അവര് പറഞ്ഞു, ഞങ്ങളിങ്ങനെ ഒരു വനാന്തര ഭാഗത്തുകൂടെ യാത്ര ചെയ്യുമ്പോൾ കാട്ടുകള്ളന്മാർ ഞങ്ങളുടെ അടുക്കലേക്ക് വരികയും അവർ ഞങ്ങളെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ ഞങ്ങൾ ഉമർ ഖാലിയോട് സഹായം തേടി. ഉമർ ഖാലിയോട് സഹായം തേടി കഴിയുന്നതിന് മുമ്പ് തന്നെ ഒരു മതിയടി പറന്നു വരികയും ആ മതിയടി കള്ളന്മാരെ അടിച്ച് ശരിപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ രക്ഷപ്പെട്ടു. ആ മതിയടിയുമായാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് എന്നീ ആളുകൾ പറയുകയാണ്. അഥവാ അങ്ങനെ വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് ആരെങ്കിലും തേടിയാൽ അത് അറിയാൻ കഴിയുകയും അങ്ങനെ സഹായിക്കുവാൻ സാധിക്കുകയും ചെയ്യുമെന്നുള്ള വിശ്വാസം. ഇതേപോലെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജീവിതമെങ്കിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നടത്തി എന്ന് പറയുന്ന ത്യാഗത്തിന് എന്തർത്ഥമാണുള്ളത്? കാരണം ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്വപ്നം കാണുന്നു മകനെ അറുക്കാൻ. സ്വപ്നം കാണുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന് അറിയാം, ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കാണും. അങ്ങനെ അറിയണമല്ലോ, മറഞ്ഞ കാര്യങ്ങൾ അറിയുമെങ്കിൽ. അങ്ങനെ സ്വപ്നം കാണുന്നു. ഇതൊക്കെ ഇബ്രാഹിം നബി അറിയുന്ന കാര്യം. അങ്ങനെ സ്വപ്നം കണ്ട് മകനെ അറുക്കാൻ വേണ്ടി പറയുന്നു. അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു പ്രയാസവും ഉണ്ടാകില്ല. കാരണം അദ്ദേഹത്തിന് അറിയാം, മകനോട് ഞാൻ ബലിയെറുക്കണമെന്ന് പറയുമ്പോൾ, ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു എന്ന് പറയുമ്പോൾ മകൻ അത് അംഗീകരിക്കും. ആ മകനെയുമായി അറുക്കാൻ പോയാൽ അറുക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അള്ള പറയും, അറുക്കേണ്ടതില്ല, പകരം ആട്ടിനെ അറുത്താൽ മതി എന്ന് അള്ള കൽപ്പിക്കും എന്നൊക്കെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് മുൻകൂട്ടി മനസ്സിലാക്കുവാൻ കഴിഞ്ഞുവെങ്കിൽ, ഇതൊക്കെ അദ്ദേഹത്തിന് അറിയാമായിരുന്ന കാര്യമാണെങ്കിൽ ഈ ജീവിതത്തിൽ എന്ത് ത്യാഗമാണുള്ളത്? അതാർക്കും ചെയ്യാവുന്ന കാര്യമാണ്. കാരണം എല്ലാം അറിയുന്നു, എല്ലാം മനസ്സിലാകുന്നു. അപ്പോൾ ഇസ്ലാമിന്റെ അടിസ്ഥാനത്തെ തന്നെ ഈ ഒരു നാമം, അള്ളാഹുവിന് അവകാശപ്പെട്ട നാമം, അള്ളാഹുവിന് അവകാശപ്പെട്ട വിശേഷണം, അത് അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് വകവെച്ചു കൊടുക്കുന്നതോടുകൂടി ഇത്തരം ഒരുപാട് കാര്യങ്ങൾ, പ്രവാചകന്മാരിലുള്ള വിശ്വാസവും മലക്കുകളിലുള്ള വിശ്വാസവും ഒക്കെ തകർക്കപ്പെടും എന്നർത്ഥം. അതേപോലെ തന്നെ അള്ളാഹുവിനെ പറ്റിയുള്ള വിശേഷണങ്ങളിൽ, അള്ളാഹുവിന്റെ നാമങ്ങളിൽ, അസ്മാ വ സിഫാത്തുകളിൽ വിശ്വസിക്കുക എന്നത് പോലും ആളുകൾക്ക് വളരെ മോശമായ ഒരു കാര്യമായാണ് ഇന്ന് തോന്നുന്നത്. പലപ്പോഴും ചില ആളുകളൊക്കെ പറയുന്നത് കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് പട്ടിയെ സൃഷ്ടിച്ചത്, അല്ലാഹുവാണ് പന്നിയെ സൃഷ്ടിച്ചത്, അതുകൊണ്ട് പട്ടിയെ സൃഷ്ടിച്ച പടച്ചതമ്പുരാനെ, പന്നിയെ സൃഷ്ടിച്ച പടച്ചതമ്പുരാനെ എന്നിങ്ങനെ അള്ളാഹുവിനോട് വിളിച്ചു തേടേണ്ടതുണ്ടോ എന്ന്. ഇതൊക്കെയല്ലേ അസ്മാ വ സിഫാത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഇസ്ലാഹി പ്രസ്ഥാനത്തിൽ നിന്ന് ഈയിടെ ആദർശപരമായ വ്യതിയാനത്തിന്റെ പേരിൽ പുറത്തേക്ക് പോയ ആളുകൾ പലയിടങ്ങളിലുമായി ചോദിക്കുന്നത് നിങ്ങളിൽ പലരും കേട്ടിരിക്കും. യഥാർത്ഥത്തിൽ ഇതാണോ അള്ളാഹുവിന്റെ നാമം? ഇതാണോ അള്ളാഹുവിന്റെ വിശേഷണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങളുണ്ട് എന്നും ആ നല്ല നാമങ്ങൾ കൊണ്ട് അള്ളാഹുവിനെ വിളിക്കണമെന്നുമുള്ളത് വിശുദ്ധ ഖുർആനിന്റെ നിർദ്ദേശമാണ്. ആ നിർദ്ദേശത്തെ ഈ രൂപത്തിൽ തെറ്റായി മനസ്സിലാക്കുന്നു എന്നർത്ഥം. അതേപോലെ തന്നെ സമൂഹത്തിലുള്ള ചില ആളുകൾ അള്ളാഹുവിന്റെ ഇത്തരം നാമങ്ങൾ അംഗീകരിക്കുന്ന കാര്യത്തിൽ ആളുകൾക്ക് വിഷമമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ രാത്രിയുടെയും 1/3 സമയം ബാക്കിയിരിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വരും എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ചു തന്ന ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. യൻസിലു റബ്ബുനാ തബാറക വ തആല, നമ്മുടെ റബ്ബ് ആകാശത്തിൽ നിന്ന് ഇറങ്ങി വരും, 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വരും. എന്നാൽ ഇത് അങ്ങനെ മനസ്സിലാക്കുവാൻ ആളുകൾ തയ്യാറാവുന്നില്ല. ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടാണ് ആളുകൾ ന്യായീകരിക്കുന്നത്. അതെങ്ങനെ? അള്ള ഇവിടെ ഇറങ്ങുകയാണെങ്കിൽ, ഇന്ത്യ രാജ്യത്ത് രാത്രിയുടെ 1/3 സമയം ബാക്കിയിരിക്കുമ്പോൾ അള്ള ഇറങ്ങുന്നു. അങ്ങനെ അള്ള ഇറങ്ങിയാൽ പിന്നെ അള്ളാഹ്ക്ക് എപ്പോഴാ കയറാൻ നേരം? കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല കയറിപ്പോകണമെങ്കിൽ രാത്രിയുടെ 1/3 സമയം ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടാകണ്ടേ? ഇന്ത്യ രാജ്യം കഴിഞ്ഞാൽ ഭൂമി കറങ്ങുന്നത് കൊണ്ട്, സമയം മാറി വരുന്നത് കൊണ്ട് തന്നെ ഈ 1/3 സമയം എല്ലായ്പ്പോഴും ഉണ്ടാകും. അപ്പോൾ അള്ളാഹുവിന് കയറിപ്പോകാൻ കഴിയില്ലല്ലോ എന്ന് ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട്, യുക്തി ഉപയോഗിച്ചുകൊണ്ട് വിലയിരുത്തിയ ആളുകൾ ചോദിക്കുന്നു. ഹദീസിനെ ആളുകളെ തള്ളുന്നത് അങ്ങനെയാണ്. നേരത്തെ ആദ്യം സൂചിപ്പിച്ച കാര്യവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അതുകൂടി പരാമർശിക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ചില ആളുകൾ ഹദീസുകളെ തള്ളിക്കളയുന്നു. എന്താ കാര്യം? സിഹറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസ്, അതേപോലെ
മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുക്കലേക്ക് മരണത്തിന്റെ മലക്ക് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു. മനുഷ്യരൂപത്തിലാണ് ചെല്ലുന്നത്. തന്റെ വീട്ടിൽ തന്റെ അനുവാദമില്ലാതെ ഒരാൾ കയറി വന്നത് കണ്ടപ്പോൾ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അയാളെ അടിച്ചു. മലക്കിന്റെ കണ്ണ് പൊട്ടിപ്പോയി. അള്ളാഹുവിന്റെ അടുക്കലേക്ക് തിരിച്ചു ചെന്നു, കാര്യം പറഞ്ഞു. പടച്ചതമ്പുരാൻ കണ്ണ് നൽകി. ഈ സംഭവം ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. സലഫുസ് സാലിഹികൾ ആരും നിഷേധിച്ചിട്ടില്ലാത്ത, മുസ്ലിം ലോകത്ത് അഹ്ലുസുന്ന വൽ ജമാഅയുടെ പണ്ഡിതന്മാർ ആരും നിഷേധിച്ചിട്ടില്ലാത്ത ഇത്തരം ഹദീസുകൾ ചില ആളുകൾ തള്ളിക്കളയുന്നു. അത് സ്വീകരിക്കാൻ പാടില്ല. എന്താ കാരണം? നമ്മുടെ ബുദ്ധിക്ക് അത് യോജിക്കുന്നതല്ല. ഇസ്ലാമിക സമൂഹത്തിൽ ഇത്തരം കാര്യങ്ങൾ സ്വീകരിക്കണമെങ്കിൽ ബുദ്ധിക്ക് യോജിച്ചാൽ മാത്രമേ സ്വീകരിക്കാൻ പാടുള്ളൂ എന്ന നിലപാടുമായി വരുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ഹദീസ് നിഷേധത്തിന്റെ ഒരു പുതിയ വാതിൽ വെട്ടിത്തുറക്കുന്നു എന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പറഞ്ഞു വരുന്നത്, ഈ രൂപത്തിൽ യുക്തിയിലൂടെ ബുദ്ധിയിലൂടെ ഹദീസുകൾ മനസ്സിലാക്കുകയും അള്ളാഹുവിന്റെ നാമങ്ങൾ നിഷേധിക്കുകയും ചെയ്യുന്നവർ, വിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലും പല സ്ഥലങ്ങളിലും അള്ളാഹുവിന്റെ കയ്യെക്കുറിച്ച് പരാമർശം കാണാം. അള്ളാഹുവിന് കൈയുണ്ട്, എന്നാൽ അള്ളാഹുവിന് കൈയുണ്ട് എന്ന് വിശ്വസിക്കാത്ത ആളുകളെ നമ്മുടെ സമൂഹത്തിൽ കാണാം. അത് വിശ്വസിക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ മുഖത്തെ പറ്റി പരാമർശമുണ്ട്, അത് മുഖമെന്ന് വിശ്വസിക്കാൻ പാടില്ല. അതിനെ റഹ്മത്തി എന്ന് വിശ്വസിക്കണം, അതല്ലെങ്കിൽ നിഅമത്തി എന്ന് വിശ്വസിക്കണം, അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ മറ്റേതെങ്കിലും അധികാരമെന്നോ അതേപോലെയുള്ള കാര്യങ്ങളോ ആയിട്ടാണ് ഇത് വിശ്വസിക്കേണ്ടത് എന്ന് പറയുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഈ കാര്യത്തിലുള്ള വിശ്വാസം അള്ളാഹുവും അവന്റെ പ്രവാചകനും പടച്ചതമ്പുരാന്റെ നാമങ്ങളായി, പടച്ചതമ്പുരാന്റെ വിശേഷണങ്ങളായി എന്തൊക്കെയാണോ പഠിപ്പിച്ചു തന്നിരിക്കുന്നത് അതൊക്കെ വിശ്വസിക്കണം. എങ്ങനെ? ബിലാ തഅ്തീലിൻ വലാ തംസീലിൻ വലാ തഹരീഫിൻ വലാ തകീഫിൻ. താഴ്ത്തിയിലില്ലാതെ നിഷേധിക്കാൻ പാടില്ല. അള്ളാഹിന്റെ ഒരു സിഫത്ത്, അള്ളാഹുവിന് ഇങ്ങനെ ഒരു സിഫത്തുണ്ട് എന്ന് പറഞ്ഞാൽ ആ സിഫത്ത് നിഷേധിക്കാൻ പാടില്ല. മുഅ്തസിലിയാക്കളിൽ ചിലരും അതേപോലെ അശ്ശരിയാക്കളിൽ ചിലരും അള്ളാഹുവിന്റെ ചില സിഫത്തുകളെ നിഷേധിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതല്ലെങ്കിലോ വലാ തംസീലിൻ, അള്ളാഹിന്റെ സിഫത്ത്, അള്ളാഹുവിന്റെ കൈ എങ്ങനെ? നമ്മുടെ കൈ പോലത്തെ കൈ, നമ്മുടെ മുഖം പോലെയുള്ള മുഖം, അതല്ലെങ്കിൽ നമ്മുടെ കണങ്കാല് പോലെയുള്ള കണങ്കാൽ എന്നിങ്ങനെ അള്ളാഹുവിന്റെ സിഫത്തുകൾക്ക്, അള്ളാഹുവിന്റെ ഇത്തരം സിഫത്തുകൾക്ക് രൂപം നൽകാൻ പാടില്ല. അതേപോലെ വലാ തഹരീഫിൻ, പദപരമായി അത്തരം കാര്യങ്ങളെ, അള്ളാഹുവിന്റെ സിഫത്തുകളെ മാറ്റിമറിക്കാൻ പാടില്ല. നമുക്ക് കാണാം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്തവാ അലൽ അർശ്. വിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലും അത്തരം ഒരു പ്രയോഗം നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു സുബ്ഹാനഹു വ തആല അർശിൽ ഇരുന്നു എന്നാണ് അർത്ഥം. എങ്ങനെ വിശദീകരിക്കണം? അള്ളാഹ് അർശിൽ ഇരുന്നു എന്ന് പറയുമ്പോൾ ആളുകൾ ചോദിക്കും, എങ്ങനെയായിരുന്നത്? അള്ളാഹിന്റെ കൈ എന്ന് പറയുമ്പോൾ എങ്ങനെയാ അള്ളാഹിന്റെ കൈ? അള്ളാഹുവിന്റെ മുഖം എങ്ങനെയാണ്? അള്ളാഹുവിന്റെ മുഖം. അള്ളാഹ് ഇറങ്ങും, എങ്ങനെയാണ് അള്ളാഹ് ഇറങ്ങുന്നത്? അതാണ് പിന്നീട് പറയുന്നത് ബിലാ തകീഫിൻ. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചോദിച്ചു, എങ്ങനെയാണ് ഈ അള്ളാഹു ഇറങ്ങുന്നു എന്ന് പറയുന്നത്? അതല്ലെങ്കിൽ അള്ളാഹു ഇസ്തിവാ ആയി, അള്ളാഹു അർശിൽ ഇരുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരുന്നു എന്നാണ്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അൽ ഇസ്തിവാഉ മഅലൂം, ഇരിക്കുക എന്ന് പറഞ്ഞാൽ അത് അറിയാവുന്ന കാര്യമാണ്. വൽ കൈഫു മജ്ഹൂൽ, അത് എങ്ങനെയാണ് എന്നത് അറിയാത്ത ഒരു കാര്യമാണ്. വൽ ഈമാൻ ബിഹി വാജിബ്, അള്ളാഹു ഇരുന്നു എന്ന് പറഞ്ഞത് വിശ്വസിക്കൽ നിർബന്ധമാണ്. വസ്സുആലു അൻഹു ബിദ്അ, അത് എങ്ങനെയാണ് എന്ന് ചോദിക്കൽ ബിദ്അത്തുമാകുന്നു എന്ന് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് കാണാം. അപ്പോൾ അള്ളാഹു അർശിൽ ഇരുന്നു, അള്ളാഹു അർശിൽ ഇരിക്കുന്നവനാണ് എന്ന് വിശ്വസിക്കണം. എങ്ങനെയെന്ന് ആലോചിക്കേണ്ട ആവശ്യം നമുക്കില്ല. കാരണം എങ്ങനെയെന്ന് അള്ളാഹു പറഞ്ഞു തന്നിട്ടില്ല. ഇരുന്നു എന്ന് അള്ളാഹു പറയുന്നു, അതുകൊണ്ട് ഇരുന്നു എന്ന് വിശ്വസിക്കണം. കൈയുണ്ട് എന്ന് അള്ളാഹു പറയുന്നു, അതുകൊണ്ട് കൈയുണ്ട് എന്ന് വിശ്വസിക്കണം. അള്ളാഹു എവിടെയാണ് എന്ന് ചോദിച്ചാൽ മുസ്ലിം സമൂഹത്തിലുള്ള പലർക്കും പറയാനുള്ള മറുപടി എന്താണ്? നമ്മളൊന്ന് സ്വയം പറഞ്ഞു നോക്കുക. അള്ളാഹു എവിടെയാണ്? അള്ളാഹ് എല്ലാ സ്ഥലത്തും ഉണ്ട്. അല്ല, അള്ളാഹു മൻ ഫിസ് സമാ, അള്ളാഹു ആകാശത്തുള്ളവനാണ് എന്നാണ് പറയേണ്ടത്. എന്നാൽ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട്, ബുദ്ധിപരമായി കാര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ട് ചില ആളുകൾ പറയും അള്ളാഹ് ആകാശത്താണ് എന്ന് വിശ്വസിക്കാൻ പാടില്ല, അള്ളാഹ് ആകാശത്താണ് എന്ന് അംഗീകരിക്കാൻ പാടില്ല എന്ന് പറയുന്ന ആളുകൾക്ക് മുമ്പിൽ നേരത്തെ ഞാൻ ആദ്യം സൂചിപ്പിച്ച ആദർശപരമായ ഈ മാനദണ്ഡം, സൈദ്ധാന്തികമായ അടിത്തറയുണ്ടെങ്കിൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾ ആളുകളെ ബോധ്യപ്പെടുത്തി കൊടുക്കുവാൻ സാധിക്കുകയുള്ളൂ. പറഞ്ഞു വരുന്നത്
അള്ളാഹുവിന്റെ സിഫത്തുകളെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കുന്നതിൽ ആളുകൾക്ക് അബദ്ധം സംഭവിച്ചത് കൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിൽ ആളുകൾ തെറ്റിപ്പോയത് എന്നതാണ്. അതുകൊണ്ടാണ് ആളുകൾ മരിച്ചുപോയ മഹാന്മാരോട് പ്രാർത്ഥിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കിയില്ല. നമ്മൾ നിസ്കാരത്തിന് ശേഷം പറയും അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത. പടച്ച തമ്പുരാനെ, നീ നൽകിയത് തടയാൻ ആളില്ല, നീ തടഞ്ഞത് നൽകാനും ആളില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുവാൻ വേണ്ടി ഖുർആൻ ആവശ്യപ്പെടുന്ന ഒരു ചോദ്യമുണ്ട്. മക്കയിലെ മുശ്രിക്കുകളോട് ചോദിക്കാൻ വേണ്ടി ഖുർആൻ ആവശ്യപ്പെടുന്നു, അല്ല എന്റെ പടച്ച തമ്പുരാൻ, എന്റെ റബ്ബ് എനിക്ക് എന്തെങ്കിലും ഒരു റഹ്മത്ത് നൽകിയാൽ അത് തടയാൻ നിങ്ങൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന ശക്തികൾക്ക് കഴിയുമോ? എന്റെ റബ്ബ് എനിക്ക് എന്തെങ്കിലും ഒരു നിഅമത്ത് നൽകിയാൽ റഹ്മത്ത് നൽകിയാൽ അത് തടയാൻ നിങ്ങൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന ശക്തികൾക്ക് കഴിയുമോ? എന്റെ റബ്ബ് എനിക്കെന്തെങ്കിലും ഒരു ഉപദ്രവം ഉണ്ടാകണമെന്ന് വിചാരിച്ചാൽ, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ടാകണം എന്ന് എന്റെ റബ്ബ് ഉദ്ദേശിച്ചാൽ ആ ബുദ്ധിമുട്ടിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്താൻ നിങ്ങൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന ശക്തികൾക്ക് കഴിയുമോ എന്ന് ചോദിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഖ്യാപിക്കുന്നു, ഖുൽ ഹസ്ബിയല്ലാഹ് വഅലൈഹി യതവക്കലിൽ മുതവക്കിലൂൻ. അതുകൊണ്ട് നബിയെ പറയുക, ഖുൽ പറയുക, ഹസ്ബിയല്ലാഹ്, എനിക്ക് എന്റെ തമ്പുരാൻ മതി, അലൈഹി യതവക്കലിൽ മുതവക്കിലൂൻ, അവനിലാണ് ഭരമേൽപ്പിക്കുന്ന ആളുകളൊക്കെ ഭരമേൽപ്പിക്കുന്നത്. അലൈഹി യതവക്കലുൽ മുതവക്കിലൂൻ, അവനിലാണ് ഭരമേൽപ്പിക്കുന്ന ആളുകൾ ഭരമേൽപ്പിക്കുന്നത്. ഇവിടെ അള്ളാഹുവിലേക്ക് സർവം സമർപ്പിക്കാൻ, പടച്ച തമ്പുരാനിലേക്ക് എല്ലാം സമർപ്പിക്കാൻ ഒരു വിശ്വാസിക്ക് കഴിയുന്നത് എപ്പോഴാണ്? ഈ ഒരു വിശ്വാസം അവന്റെ മനസ്സിലുണ്ടാകണം. എന്റെ അള്ളാഹ് ഒന്ന് എനിക്ക് നൽകാൻ ഉദ്ദേശിച്ചാൽ അത് തടയാൻ വേറെ ആരെക്കൊണ്ടും കഴിയില്ല. അത് ഗുണമായാലും ശരി, ദോഷമായാലും ശരി. എന്നാൽ നമ്മുടെ സമൂഹത്തിലുള്ള ആളുകൾക്ക് അങ്ങനെ ഒരു വിശ്വാസമുണ്ടോ? അങ്ങനെ ഒരു വിശ്വാസമില്ല. നമ്മുടെ സമൂഹത്തിലുള്ള ആളുകൾ ഉപദ്രവം നീക്കാൻ വേണ്ടി ആരുടെ അടുക്കലാ പോകുന്നത്? ഈ പറഞ്ഞതുപോലെ മരിച്ചുപോയ മഹാന്മാരുടെ അടുക്കൽ. വാഹനങ്ങളിൽ ചെമ്പ് തകിടുകൾ എഴുതി തൂക്കുന്ന ആളുകൾ, കടലാസിൽ അക്ഷരങ്ങളും അക്കങ്ങളും എഴുതി തൂക്കുന്ന ആളുകൾ, ടൂ വീലറുകളിൽ പച്ച നിറത്തിലുള്ള റിബൺ എവിടെ നിന്നെങ്കിലും ഏതെങ്കിലും ജാറത്തിൽ പോയി മന്ത്രിച്ചു വാങ്ങി നൂല് കെട്ടിക്കൊണ്ടു പോകുന്ന ആളുകൾ, ഇങ്ങനെ ഒരുപാട് ആളുകളെ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയും. സ്വന്തം ശരീരത്തിൽ തന്നെ ഏലസുകളും ഉറുക്കുകളും കെട്ടി നടക്കുന്ന ആളുകൾ. ആരിലാണ് ഇവർ തങ്ങളുടെ ശരീരത്തെ ഏൽപ്പിച്ചിരിക്കുന്നത്? ആരിലാണ് തങ്ങളുടെ വാഹനത്തെ ഉത്തരവാദപ്പെടുത്തിയിരിക്കുന്നത്? ആരിലാണ് തങ്ങളുടെ വീടുകളെ സമർപ്പിച്ചിരിക്കുന്നത്? അള്ളാഹുവിലല്ല, മറിച്ച് ഇത്തരം ചില ശക്തികളിലാണ്. എന്തുകൊണ്ട്? എനിക്കെന്റെ തമ്പുരാൻ മതി, തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞ് എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരുന്നതിന് പകരം ബദരീങ്ങളുടെ പേരെഴുതി തൂക്കിയ തകിടവിടെ ഉണ്ട്, അതല്ലെങ്കിൽ അക്ഷരങ്ങളും അക്കങ്ങളും എഴുതിയ തകിടവിടെ ഉണ്ട് എന്ന ആത്മവിശ്വാസത്തോടുകൂടി ഇറങ്ങിപ്പോരാൻ എനിക്ക് കഴിയുന്നത് എന്തുകൊണ്ട്? എന്റെ വാഹനത്തിൽ കയറുമ്പോൾ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ എന്ന് പടച്ച തമ്പുരാനിൽ സമർപ്പിച്ചുകൊണ്ട് കയറുന്നതിന് പകരം ഈ ഒരു തകിട്, അതല്ലെങ്കിൽ ഈ ഒരു കയറ്, അതല്ലെങ്കിൽ ഈ ഒരു നൂല് അതുണ്ട് എന്ന ഒരു മാനസിക ധൈര്യം എനിക്കുണ്ടാകാനുള്ള കാരണം എന്ത്? മൻ ആമന ബില്ലാഹ്, അല്ലാഹുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞ ഈ ഒരു വിശ്വാസം ഉണ്ടായില്ല എന്നതാണ്. ആ വിശ്വാസം ഉണ്ടായില്ലെങ്കിലോ ഉലൈകല്ലദീന സദഖൂ, ഈ വിശ്വാസമുള്ള ആളുകളെ പറ്റി അല്ലാഹ് പറയുന്നു, അവരാണ് സത്യസന്ധന്മാർ, അവരാണ് തഖ്വയുള്ള ആളുകൾ. ഇതില്ലാത്തവരോ, അതില്ലാത്തവര് തഖ്വയുള്ള ആളുകളല്ല. ഇതില്ലാത്ത ആളുകൾ സത്യസന്ധന്മാരല്ല. ഇതുള്ള ആളുകൾ ഇതില്ല. ഈ വിശ്വാസം അല്ലാഹു മതി എന്ന വിശ്വാസം ഇല്ലാത്തവർ സത്യസന്ധത പുലർത്തുന്ന ആളുകളല്ല. ഈ വിശ്വാസമില്ലാത്ത ആളുകൾ മനസ്സിൽ തഖ്വ സൂക്ഷിക്കുന്ന ആളുകളല്ല. അതുണ്ടാകണമെങ്കിൽ എന്ത് വേണം? ഈ ഒരു വിശ്വാസം നമ്മുടെ മനസ്സിലുണ്ടാകണം എന്നർത്ഥം. അപ്പോൾ അള്ളാഹുവിലുള്ള വിശ്വാസം ഏറ്റവും പ്രധാനമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അള്ളാഹുവിലുള്ള വിശ്വാസം, അതിൽ നിന്ന് തെറ്റിച്ച് കളയുന്ന ഒരുപാട് കാര്യങ്ങൾ, ഈ പറഞ്ഞതുപോലെ അള്ളാഹുവിൽ ഫലമേൽപ്പിക്കുന്നതിന് പകരം മറ്റു പലതിലും ഫലമേൽപ്പിക്കുന്ന സമ്പ്രദായം, ഉറുക്കിന്റെ, ചരടിന്റെ, അതേപോലെ ഇത്തരം തകിടുകളുടെ, കുപ്പികളുടെയൊക്കെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. നാം ആലോചിച്ചു നോക്കൂ, മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ആളുകൾ ജ്യോത്സ്യന്മാരുടെയും ജ്യോത്സ്യകളുടെയും പടിക്കൽ ക്യൂ നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. ഭാവി പ്രവചിക്കുന്ന ആളുകൾ എന്ന പേരിൽ ഈ സമൂഹത്തിൽ നിന്നുകൊണ്ടിരിക്കുന്ന ആളുകളുടെ മുമ്പിൽ
ഈ സമൂഹത്തിൽപ്പെട്ട ആളുകൾ വരുനിന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. ഒരുതരം ഭ്രമമാണ് മുസ്ലിം സമൂഹത്തിലുള്ള ആളുകൾ ഇത്തരം കാര്യങ്ങളോട് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് ഈ സമൂഹത്തിന്റെ ചിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതോ, അത്തരം ആളുകളുടെ അടുക്കൽ പോവുകയും ആരെങ്കിലും ഇത്തരം ജ്യോത്സ്യന്മാരുടെ അതല്ലെങ്കിൽ കണക്ക് നോട്ടക്കാരുടെ അടുക്കൽ പോയി അവര് പറയുന്നത് സ്വീകരിച്ചാൽ 40 ദിവസത്തെ നമസ്കാരം അവന്റേത് സ്വീകരിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. ഇത്തരം ഏലസുകളും തകിടുകളും ആരെങ്കിലും ശരീരത്തിൽ കെട്ടിയാൽ അവൻ ശിർക്കാണ് ചെയ്യുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. ഇങ്ങനെ പഠിപ്പിച്ച ഒരു സമൂഹത്തിന്റെ പ്രതിനിധികൾ എന്ന നിലയിൽ, ഇങ്ങനെ പഠിപ്പിച്ച ഒരു പ്രവാചകന്റെ അനുയായികൾ എന്ന നിലയിൽ ഈ കാര്യം ഏറ്റവും പ്രധാനമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അപ്പോൾ റമളാനാണ്. റമളാനിനെ അള്ളാഹു നിശ്ചയിച്ചു തന്നത് എന്തിനു വേണ്ടി? പടച്ചതമ്പുരാൻ നോമ്പ് നിശ്ചയിച്ചതിനെ കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് പറയുന്നത് തന്നെ എന്താണ്? യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങൾ തഖ്വയുള്ളവരാകുവാൻ വേണ്ടി എന്നാണ്. നിങ്ങൾ തഖ്വയുള്ളവരാകുവാൻ വേണ്ടി നമ്മുടെ മനസ്സിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയമുണ്ടാകണം. അതിനാണ് നോമ്പ്. നോമ്പ് കാലത്ത് അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നു. നാം കൃത്യമായി ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കുന്നു, ഖുർആൻ പാരായണം നടത്തുന്നു, രാത്രി നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ എന്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്? നീ എന്തിനാ ജമാഅത്ത് നിസ്കാരത്തിന് ഇത്ര ആവേശത്തോടെ പോകുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാനുള്ള മറുപടി നോമ്പാണ് എന്നാണ്. നീ എന്താണ് ഖുർആൻ ഓതുന്നത് എന്ന് ചോദിച്ചാൽ നോമ്പല്ലേ എന്നാണ് നമുക്ക് പറയാനുള്ള മറുപടി. രാത്രി നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് പോകുമ്പോൾ എന്താണ് ഇങ്ങനെ ഒരു നിസ്കാരം എന്ന് ചോദിച്ചാൽ ഇത് നോമ്പല്ലേ എന്നാണ് നമുക്ക് പറയാനുള്ള മറുപടി. റമളാനിൽ രാത്രി നമസ്കാരത്തിന് കൂലി കൂടുതലുണ്ട്, ഖുർആൻ പാരായണത്തിന് കൂലി കൂടുതലുണ്ട്, അതേപോലെ തന്നെ സുന്നത്ത് നമസ്കാരങ്ങൾക്കും മറ്റ് ആരാധനകൾക്കും ഒക്കെ കൂലി കൂടുതലുണ്ട്. എന്നാൽ ജമാഅത്ത് നമസ്കാരമോ ഖുർആൻ പാരായണമോ രാത്രി നമസ്കാരമോ അതല്ലെങ്കിലുള്ള മറ്റ് റവാത്തിബ സുന്നത്ത് നമസ്കാരങ്ങളോ ഒന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാനിൽ മാത്രം നിശ്ചയിച്ചു തന്ന കാര്യങ്ങളല്ല. റമളാനല്ലാത്ത കാലവുമുണ്ട്. എന്തുകൊണ്ട് റമളാനിന് ശേഷം ഇത് പുലർത്താൻ നമുക്ക് കഴിയുന്നില്ല? എന്തുകൊണ്ട് റമളാനിന് ശേഷം ഈ ഒരു ജീവിത രീതി തുടർന്നു കൊണ്ടുപോകാൻ നമുക്ക് കഴിയുന്നില്ല എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം, എന്തിനാണോ അള്ളാഹു റമളാൻ നിശ്ചയിച്ചത് ആ ഒരു തലത്തിലേക്ക് നമുക്ക് ഉയരാൻ കഴിയുന്നില്ല എന്നതാണ് അതിന്റെ അർത്ഥം. എന്തുകൊണ്ട് ഉയരാൻ കഴിയുന്നില്ല? തഖ്വയുണ്ടാകണമെങ്കിൽ ആവശ്യമാണ് എന്ന് അള്ളാഹു പറഞ്ഞ ഒന്നാമത്തെ കാര്യം മൻ ആമന ബില്ലാഹ് എന്ന് പറഞ്ഞ കാര്യം പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് ആരുമില്ലാത്ത സ്ഥലത്ത് തെറ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാവുന്നു. ആരുമില്ലെങ്കിൽ, അതേപോലെ ആരും കാണില്ലെന്നുറപ്പുണ്ടെങ്കിൽ, ആരും കേൾക്കില്ലെന്നുറപ്പുണ്ടെങ്കിൽ ഒരുപാട് വൃത്തികേടുകൾ പറയാൻ ഞാൻ തയ്യാറാകുന്നു, വൃത്തികേടുകൾ ചെയ്യാൻ ഞാൻ തയ്യാറാകുന്നു. എന്നാൽ എന്നെ പരിചയമുള്ള ആളുകളുടെ മുമ്പിലെത്തുമ്പോഴോ അത്തരം തെറ്റുകൾ ചെയ്യാൻ ഞാൻ അറക്കുന്നു. ആരെയാണ് ഞാൻ ഭയപ്പെടുന്നത്? അള്ളാഹുവിനെ പേടിച്ചുകൊണ്ടാണെങ്കിൽ ആലിമുൽ ഗൈബി വശഹാദ എന്ന് നേരത്തെ പറഞ്ഞ രഹസ്യവും പരസ്യവുമായ മുഴുവൻ കാര്യങ്ങളും അറിയുന്ന പടച്ചതമ്പുരാനെയാണ് ഞാൻ ഭയപ്പെടുന്നത് എങ്കിൽ ഒരു സന്ദർഭത്തിലും തെറ്റ് ചെയ്യാൻ എനിക്ക് കഴിയില്ല, തെറ്റുകളിലേക്ക് പോകാൻ എനിക്ക് കഴിയില്ല, വൃത്തികേടുകൾ സംസാരിക്കുവാൻ എനിക്ക് കഴിയില്ല. എന്നാൽ ആ വിശ്വാസം എന്റെ മനസ്സിലില്ല. അതുകൊണ്ട് തന്നെ നോമ്പ് കഴിഞ്ഞ് പെരുന്നാളിന്റെ അന്ന് തന്നെ എന്റെ ജമാഅത്ത് നമസ്കാരം അലങ്കോലപ്പെടുന്നു, അന്ന് തന്നെ എന്റെ ഖുർആൻ പാരായണം അലങ്കോലപ്പെടുന്നു. അന്നത്തോടുകൂടി റമളാൻ ശവ്വാൽ മാസപ്പിറവി കണ്ടു എന്ന വാർത്ത അറിയുന്നതോടുകൂടി തന്നെ എന്റെ രാത്രി നമസ്കാരങ്ങൾ അവസാനിക്കുന്നു. പിന്നീട് അടുത്ത റമളാനിന്റെ മാസപ്പിറവി കണ്ടു എന്നറിയുന്ന അന്ന് മാത്രമാണ് എന്റെ രാത്രി നമസ്കാരം ആരംഭിക്കുന്നത്. പറഞ്ഞു വരുന്നത്, അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കുന്നതിൽ നമുക്ക് അബദ്ധം സംഭവിച്ചു എന്നതാണ്. അതേപോലെ പിന്നീട് അള്ളാഹു പറയുന്നതോ വൽയൗമിൽ ആഖിർ, പരലോകത്തിലുള്ള വിശ്വാസം, പരലോക വിശ്വാസം വേണം. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു മരണവും മരണാനന്തരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഈ വിശ്വാസം എപ്പോഴും എന്റെ മനസ്സിലുണ്ടാകണമെന്നർത്ഥം. ഖുർആൻ പല സ്ഥലങ്ങളിലും പറയുന്ന ഒരു കാര്യം വബിൽ ആഖിറതി ഹും യൂഖിനൂൻ, പരലോകത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവർ എന്നാണ്. അതുണ്ടെങ്കിൽ മാത്രമേ എനിക്കെന്റെ കർമ്മങ്ങളെ ക്രമീകരിക്കുവാൻ കഴിയുകയുള്ളൂ എന്നർത്ഥം. എന്റെ ആദർശം, എന്റെ വിശ്വാസം, എന്റെ കർമ്മം ഇത് ക്രമീകരിക്കണമെങ്കിൽ എന്ത് വേണം? ഈ പരലോകബോധം എനിക്കുണ്ടാകണം. അതില്ലെങ്കിൽ എനിക്കത് അംഗീകരിക്കാൻ കഴിയില്ല, വിശ്വസിക്കാൻ കഴിയില്ല.
എനിക്ക് വിശ്വാസമുണ്ടാവുകയില്ല, എനിക്ക് കർമ്മങ്ങൾ ഉണ്ടാവുകയില്ല. വമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറ. അണുമണി തൂക്കം എന്തെങ്കിലും ഒരു നന്മ ചെയ്യാനുള്ള അവസരം കിട്ടുമ്പോൾ അത് ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കേണ്ടത്, തിന്മ ചെയ്യാനുള്ള ഏതെങ്കിലും ഒരു വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ അതിൽ നിന്ന് പിന്മാറുവാൻ എന്നെ പ്രേരിപ്പിക്കേണ്ടത് പടച്ച തമ്പുരാനിലുള്ള പരലോകത്തിലുള്ള അചഞ്ചലമായ വിശ്വാസമാണ്. അതേപോലെ തന്നെ അല്ലാഹു പറയുന്നു വൽ മലായിക, മലക്കുകളിലുള്ള വിശ്വാസം. മലക്കുകളിലുള്ള വിശ്വാസം തികച്ചും എങ്ങനെയാണോ അല്ലാഹുവും അവന്റെ റസൂലും പരിചയപ്പെടുത്തിയത് ആ രൂപത്തിൽ മാത്രമേ മലക്കുകളെ പറ്റി വിശ്വസിക്കുവാൻ നമുക്ക് അവകാശമുള്ളൂ. നമ്മുടെ ബുദ്ധി ഉപയോഗിക്കുവാൻ കഴിയുമോ? നേരത്തെ പറഞ്ഞതുപോലെ മലക്കുകളെ കുറിച്ച് ചില കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ട് ഖുർആൻ ചിന്തിക്കാനാണ് അവകാശപ്പെട്ടത്, അതുകൊണ്ട് ചിന്തിക്കാനാണ് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് മലക്കുകളെ പറ്റി എനിക്ക് ചില കാര്യങ്ങൾ മനസ്സിലായി എന്നൊരാൾക്ക് പറയാൻ പറ്റുമോ? അവിടെ ചിന്തയ്ക്ക് യാതൊരു പ്രസക്തിയുമില്ല. എങ്ങനെയാണോ അത് അള്ളാഹു വിശദീകരിച്ചത്, എങ്ങനെയാണോ അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു തന്നത്, ആ രൂപത്തിൽ വിശ്വസിക്കുവാനുള്ള അവകാശം മാത്രമാണ് നമുക്കുള്ളത് എന്നർത്ഥം. അതിനപ്പുറത്ത് വിശ്വസിക്കുവാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. നമ്മുടെ സമൂഹത്തിൽ മലക്കുകളെ പറ്റിയുള്ള വിശ്വാസം എങ്ങനെയാണ്? വളരെ തെറ്റായ രീതിയിൽ മലക്കുകളോട് പ്രാർത്ഥിക്കുന്ന ആളുകളെ കാണാം. വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്താത്ത ഒരുപാട് മലക്കുകളുടെ പേരുകൾ പഠിച്ചു വെച്ചിരിക്കുന്ന ആളുകളെ കാണാൻ കഴിയും. അറബി ഭാഷയുമായി ബന്ധമില്ലാത്ത, അതല്ലെങ്കിൽ അറബി ഭാഷയുമായി സാമ്യമുള്ള ഏതെങ്കിലും ചില പദങ്ങൾ, അതല്ലെങ്കിൽ ഖുർആൻ പരിചയപ്പെടുത്തിയ ചില മലക്കുകളോട് സാമ്യമുള്ള പദങ്ങൾ അതെടുത്ത് വെച്ചുകൊണ്ട് പേരുകൾ ഉണ്ടാക്കി മലക്കുകളുടെ പേരുകളായി ഉപയോഗിക്കുന്ന ആളുകളെ കാണാൻ കഴിയും. സാന്ദർഭികമായൊന്ന് സൂചിപ്പിക്കട്ടെ, നമ്മുടെ സമൂഹത്തിൽ നമ്മളൊക്കെ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന, പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മലക്കിന്റെ പേരാണ് അസ്രായീൽ. എന്നാൽ വിശുദ്ധ ഖുർആനിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലോ ഇങ്ങനെ അസ്രായീൽ എന്ന് മലക്കുൽ മൗത്തിന്റെ ഒരു പേര് സഹീഹായി വന്നതായി കാണാൻ കഴിയില്ല എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുന്നു. അതേപോലെ തന്നെ റഖീബ്, അതീദ് എന്ന മലക്കുകളുടെ പേരുകൾ അത് മലക്കുകളുടെ പേരുകളല്ല എന്നും അത് അവരുടെ ജോലിയുടെ വിശേഷണമായി ഉത്തരവാദിത്തത്തിന്റെ വിശേഷണമാണ് എന്നുമാണ് അഹ്ലുസുന്ന വൽ ജമാഅയുടെ പണ്ഡിതന്മാർ വിശദീകരിച്ചതും മനസ്സിലാക്കി വന്നിരിക്കുന്നതും എന്നുകൂടി സാന്ദർഭികമായി സൂചിപ്പിക്കുന്നു. അപ്പോൾ മലക്കുകളിലുള്ള വിശ്വാസം ഒന്ന് ഈ രൂപത്തിൽ എങ്ങനെ പഠിപ്പിച്ചോ ആ രൂപത്തിൽ വിശ്വസിക്കണം. അതേപോലെ ഈ വിശ്വാസം നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കണം. മലക്കുകളിലുള്ള വിശ്വാസം മീകായിലുണ്ട്, അതല്ലെങ്കിൽ ഇസ്രാഫീലുണ്ട്, ജിബ്രീലുണ്ട്, അതല്ലെങ്കിൽ ഹാറൂത്തുണ്ട്, മാറൂത്തുണ്ട് എന്നിങ്ങനെ മലക്കുകളുണ്ട് എന്ന് വിശ്വസിക്കലല്ല. മറിച്ച് ആ മലക്കുകളിലുള്ള വിശ്വാസം എന്റെ ജീവിതത്തെ സ്വാധീനിക്കണം. എങ്ങനെ? ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എഴുതി വെക്കുവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു, മലക്കുകളെ ഉത്തരവാദപ്പെടുത്തിയിരിക്കുന്നു. ആ ഉത്തരവാദപ്പെടുത്തിയ മലക്കുകൾ അവരത് ചെയ്തുകൊണ്ടേയിരിക്കും. ആ മലക്കുകൾ ആ ഉത്തരവാദിത്തം നിർവഹിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു തിന്മ ചെയ്യുമ്പോൾ എന്റെ മനസ്സിലുണ്ടാകുന്ന പേടി എന്താണ്? പടച്ചവനെ, ഞാൻ ഈ തിന്മ ചെയ്താൽ അത് ഈ മലക്കുകൾ രേഖപ്പെടുത്തി വെക്കുമല്ലോ, അത് നാളെ പരലോകത്തിന്റെ കയ്യിൽ ലഭിക്കുമല്ലോ, അതിന്റെ പേരിൽ എന്റെ നന്മകൾ നഷ്ടപ്പെട്ടു പോകുമല്ലോ എന്ന ഭയം. അതാണ് മലക്കുകളിലുള്ള വിശ്വാസം എന്ന് പറയുന്നത്. ഈ വിശ്വാസ കാര്യങ്ങളൊക്കെ ആ രൂപത്തിൽ തന്നെ നാം മനസ്സിലാക്കേണ്ടതുണ്ട് എന്നർത്ഥം. വെറുതെ മലക്കുകൾ ഉണ്ടെന്ന് വിശ്വസിക്കുക, അല്ലാഹ് ഉണ്ടെന്ന് വിശ്വസിക്കുക, അതല്ലെങ്കിൽ അമ്പിയാക്കൾ ഉണ്ടെന്ന് വിശ്വസിക്കുക എന്നതല്ല. പിന്നീട് അല്ലാഹു പറയുന്നത് വൽ കിതാബ്, ഗ്രന്ഥത്തിൽ വിശ്വസിക്കണം, വേദഗ്രന്ഥത്തിൽ വിശ്വസിക്കണം, ഖുർആനിൽ വിശ്വസിക്കണം. എങ്ങനെ? ഇങ്ങനെ ഒരു ഖുർആൻ ഉണ്ട്, ഇത് അല്ലാഹ് ഇറക്കിയതാണ്, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ് ഇറക്കിയത്, അത് അറബി ഭാഷയിലാണ് എന്നൊക്കെയുള്ള വിശ്വാസമാണോ? അല്ല. മറിച്ച് ഈ ഖുർആൻ എനിക്ക് അല്ലാഹു ഇറക്കി തന്നിരിക്കുന്നത്, ഈ ഖുർആൻ അല്ലാഹു അവതരിപ്പിച്ചിരിക്കുന്നത്, ഇത് വായിക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ട് ഇതിലുള്ള സന്ദേശങ്ങൾ മനസ്സിലാക്കി, ഇതിലുള്ള സന്തോഷ വാർത്തകൾ കൊണ്ട് സന്തോഷിതനായി, ഇതിലുള്ള താക്കീതുകൾ കൊണ്ട് ഭയപ്പെട്ട് അല്ലാഹുവിന്റെ കൽപ്പനകൾ അംഗീകരിച്ച് ജീവിക്കുവാൻ വേണ്ടിയാണ് എന്ന നിലയിൽ ഖുർആനിനെ മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നർത്ഥം. എന്നാൽ നമ്മുടെ സമൂഹത്തിലുള്ള ആളുകൾ അങ്ങനെയാണോ? അല്ല. ഖുർആനിനെ ആളുകൾ കുറച്ചു കാലം മുമ്പ് വരെ മനസ്സിലാക്കിയത് എങ്ങനെയാണ്? ഇത് വളരെ പോരിശയാക്കപ്പെട്ട ഗ്രന്ഥം, ഇത് നമ്മൾ വായിക്കാൻ പാടില്ല, നമ്മൾ ഓതാൻ പാടില്ല. ഓതുകയോ വായിക്കുകയോ ചെയ്യുകയാണെങ്കിൽ തന്നെ ഒരു കാരണവശാലും അതിന്റെ അർത്ഥം പഠിക്കേണ്ടതില്ല.
വിശുദ്ധ ഖുർആനിലെ ആയത്തുകളുടെ അർത്ഥം പഠിക്കുവാനോ മനസ്സിലാക്കുവാനോ പാടില്ല എന്ന് വിശ്വസിച്ച ഒരു സമൂഹമായിരുന്നു നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത്. ആലോചിച്ചു നോക്കൂ. ലിതുഖ്രിജന്നാസ മിനൽ-ളുലുമാതി ഇലൻ-നൂർ, ഇരുട്ടുകളിൽ അകപ്പെട്ടിരിക്കുന്ന ആളുകളെ വെളിച്ചത്തിലേക്ക് നയിക്കുവാൻ വേണ്ടി അള്ളാഹു അവതരിപ്പിച്ച ഒരു ഗ്രന്ഥം. ഇരുട്ടിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾ അവര് വെളിച്ചത്തിലേക്ക് എത്താൻ വേണ്ടിയാണ് അള്ളാഹു ഈ ഗ്രന്ഥം അവതരിപ്പിച്ചത്. എന്നാൽ ആ വെളിച്ചം ഉപയോഗിക്കാൻ പാടില്ല എന്ന് വാശി പിടിച്ച ഒരു സമൂഹം. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന ആൾ അപകടത്തിൽപ്പെടാതിരിക്കുവാൻ വേണ്ടി അയാൾക്ക് വെളിച്ചമുള്ള ഒരു ഉപകരണം നൽകുന്നു, ഒരു ടോർച്ച് നൽകുന്നു. എന്നാൽ അയാൾ പറയുന്നതോ ഈ ടോർച്ച് വളരെ വിലയേറിയ ഒരു ടോർച്ചാണ്, ഇത് വളരെ പോരിശയാക്കപ്പെട്ട ഒരു ടോർച്ചാണ്, അതുകൊണ്ട് ഇത് ഉപയോഗിക്കുവാൻ പാടില്ല എന്ന് പറഞ്ഞ് കെട്ടിപ്പൊതിഞ്ഞ് ഇത് ഒരു കാരണവശാലും ഞാൻ ഉപയോഗിക്കുകയില്ല എന്ന് പറയുന്ന വിഡ്ഢിയെ പോലെ ഭൗതികമായ വെളിച്ചത്തിന് നൽകിയിരിക്കുന്ന ടോർച്ച് ഉപയോഗിക്കാതെ ഭൗതികമായ ഇരുട്ടിലൂടെ സഞ്ചരിച്ച് അപകടത്തിൽപ്പെടുന്ന വിഡ്ഢിയെ പോലെ ആത്മീയമായ വെളിച്ചത്തിന് വേണ്ടി അള്ളാഹു നൽകിയ ഖുർആനിനെ ഉപയോഗിക്കാതെ ആത്മീയമായ ഇരുട്ടിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരുന്ന വിഡ്ഢികളായിരുന്നു നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നത്. അൽഹംദുലില്ലാഹ്, ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം കാരണം സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ആ മാറ്റങ്ങൾ വേണ്ട രൂപത്തിൽ ഈ സമൂഹത്തിൽ കാണണം. അഥവാ ഖുർആനിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ് എന്ന്, ഖുർആനിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ്, മരിച്ചു കിടക്കുന്ന ആളുടെ അടുക്കൽ ഓതാനുള്ളതല്ല. ലിയുൻദിറ മൻ കാന ഹയ്യ, ജീവിച്ചിരിക്കുന്നവരെ താക്കീത് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് എന്ന നിലയിൽ ഖുർആനിനെ മനസ്സിലാക്കുവാൻ കഴിയണം. വീണ്ടും അല്ലാഹു പറയുന്നു, വന്നബിയീൻ, അല്ലാഹുവിന്റെ പ്രവാചകന്മാരിൽ വിശ്വസിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ച പ്രവാചകന്മാർ അവരെത്രയാണ് എന്ന് നമുക്കറിയില്ല, ഏതൊക്കെ പ്രദേശത്താണെന്നറിയില്ല. ഖുർആൻ പഠിപ്പിച്ചതെന്ന പ്രവാചകന്മാർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതെന്ന പ്രവാചകന്മാർ, പേര് പഠിപ്പിച്ചു തന്നവരുണ്ട്, അല്ലാത്തവരുണ്ട്. അതങ്ങനെ തന്നെ വിശ്വസിക്കുക. ഏതെങ്കിലും പ്രവാചകനെ നിഷേധിക്കുവാൻ പാടില്ല എന്നർത്ഥം. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കണം എങ്ങനെ? ചരിത്രപരമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അസ്തിത്വത്തെ അംഗീകരിക്കുക എന്നതാണോ? മുഹമ്മദ് ഉണ്ടായിരുന്നു, മക്കയിലാണ് ജനിച്ചത്, അബ്ദുള്ളയുടെ മകനാണ്, ആമിനയുടെ മകനാണ്, മദീനയിലാണ് മരിച്ചത് എന്നിങ്ങനെ ചരിത്രപരമായ അസ്തിത്വത്തെ കുറിച്ചുള്ള വിശ്വാസമല്ല, മറിച്ച് ഫലാ വറബ്ബിക് ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളിൽ അവർ താങ്കളെ വിധികർത്താവാക്കുന്നത് വരെ അവർ വിശ്വാസികളാവുകയില്ല. അവരിൽ ആരും തന്നെ വിശ്വാസിയാവുകയില്ല. ഏതുവരെ? അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളിൽ അവർ താങ്കളെ വിധികർത്താവായി സ്വീകരിക്കുന്നത് വരെ. എന്നു മാത്രമല്ല, സുമ്മ ലാ യജിദൂ ഫീ അൻഫുസിഹിം ഹറജൻ മിമ്മാ ഖളൈത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിധി പറഞ്ഞിരിക്കുന്ന, വിധി പ്രഖ്യാപിച്ചിരിക്കുന്ന വിഷയങ്ങളിൽ യാതൊരു തരത്തിലുള്ള മനസാക്ഷിക്കുത്തുമുണ്ടാകാനും പാടില്ല. വയുസല്ലിമൂ തസ്ലീമാ, അങ്ങനെ പൂർണ്ണമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കീഴൊതുങ്ങിക്കൊണ്ട് ജീവിക്കുവാൻ കഴിയണം. കഴിയുന്നുണ്ടോ നമ്മുടെ ആളുകൾക്ക്? കഴിയുന്നില്ല. നോക്കൂ, റമളാനിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, റമളാനിലെ അവസാനത്തെ 10 ഒറ്റയിട്ട രാവുകളിൽ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുക. ഏതെങ്കിലും ഒരു പ്രത്യേക രാവാണെന്ന് പഠിപ്പിച്ചില്ല. നമ്മുടെ ആളുകളോ അവർ 27-ാം രാവ് എന്നങ്ങ് ഉറപ്പിച്ചിരിക്കുന്നു. എന്നിട്ട് അതിന് അന്ന് പ്രത്യേകമായ ചില ആരാധനകളും സമ്പ്രദായങ്ങളും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണോ? 27-ാം രാവിന് മാത്രം മരിച്ചുപോയ ആളുകളുടെ ഉമ്മയുടെയും ബാപ്പയുടെയും സഹോദരന്മാരുടെയും നാട്ടുകാരുടെയും ഒക്കെ ഖബറുകൾ സിയാറത്ത് ചെയ്യുക എന്ന ഒരു സമ്പ്രദായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചില്ല. റമളാനുമായി ബന്ധപ്പെട്ട് തന്നെ പരിശോധിച്ചു നോക്കൂ നാം. റമളാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിലാവട്ടെ അല്ലാത്ത കാലത്താവട്ടെ 11 റക്അത്തിലധികം രാത്രി നമസ്കാരം നിർവഹിച്ചിട്ടില്ല.